بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبحق وبسر لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله عليه وعلى آله وصحبه وسلم تسليما سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, സയ്യിദ്മാരെ, ബഹുമാനപ്പെട്ട കെ പി ഹാജിക്ക അടക്കമുള്ള ബഹുമാനികളായ ഉമറാക്കളെ, സുന്നത്യമായത്തിന്റെ സമസ്തയുടെ SYSന്റെ ജമിയത്തുൽ മുഅല്ലിമീന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, വിവിധങ്ങളായ ദിക്കുകളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരു ദീനീ സംരക്ഷണത്തിന് വേണ്ടി ഒരു വർക്കിംഗ് ഡേയിൽ എല്ലാം ഒഴിവാക്കി വന്ന ബഹുമാനികളായ നാട്ടുകാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലും എന്നാൽ പ്രയാസഹിതമായും അള്ളാഹു കാര്യങ്ങളെ പര്യവസാനിപ്പിച്ചു തരട്ടെ. മല പോലെ വന്നത് അള്ളാഹു മഞ്ഞ് പോലെ ഇല്ലാതാക്കി തരട്ടെ. ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കായ വർഷങ്ങളായി സമാധാനിച്ച് ജീവിക്കുന്ന ഈ സമുദായത്തിന് അന്ത്യനാൾ വരെ അള്ളാഹു അതിന് അവസരമുണ്ടാക്കി തരട്ടെ. അതിനെ സഹായിക്കുന്ന ഭരണാധികാരികളെ അള്ളാഹു സഹായിക്കട്ടെ. അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം ആ ഭരണാധികാരികൾക്ക് ചൊരിഞ്ഞു കൊടുക്കട്ടെ. മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സഹായിക്കട്ടെ. ഒരൊറ്റ ശ്വാസത്തിൽ, ഒരൊറ്റ ശബ്ദത്തിൽ, ഒരു തീരുമാനം, ഒരു രീതി, ഒരു ചുവടുവെപ്പ്, ഇതാണ് പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അള്ളാഹു അതിന് സമുദായത്തിന് തൗഫീഖ് നൽകട്ടെ. ഇതൊരാളുടെയോ ഒരു സംഘടനയുടെയോ വിഷയമല്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന സകല മുസ്ലിമീങ്ങളുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് ഒറ്റക്കെട്ടായി നിന്ന് പരിഹരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാന് വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അസ്ർ നിസ്കരിക്കുകയും വേണം. ദീർഘമായ ഒരു പ്രഭാഷണം ഞാൻ നടത്തുകയില്ല. അത്യാവശ്യമായ ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും, ദീർഘിപ്പിക്കുകയില്ല. നമ്മുടെ ഈ രാജ്യം ലോകരാജ്യങ്ങൾക്ക് മാതൃകയായ ഒരു രാജ്യമാണ്. ആദിമ മനുഷ്യവാസമുണ്ടായ രാജ്യമാണ് ഇന്ത്യ. ഹിന്ദ് എന്നത് ലോകത്ത് ഇസ്ലാമിനും ഇസ്ലാമിന് മുമ്പും
അതിപ്രധാനപ്പെട്ട ഒരു നാമാണ്. കാരണം പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം ആദിമ മനുഷ്യവാസം ഇന്ത്യയിലാണ്. സയ്യിദുന ആദം അലൈഹിസ്സലാം ഹിമാലയത്തിൽ ഇറങ്ങിയെന്നാണ് പ്രധാനപ്പെട്ട ഒരു പക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം. രണ്ടാമത്തെ വീക്ഷണം ശ്രീലങ്കയിൽ വന്നു എന്നാണ്, ഇറങ്ങിയെന്നാണ്. രണ്ടായാലും ഒരു വിഭാഗം പണ്ഡിതന്മാർ ഹിമാലയത്തിൽ വന്നിറങ്ങി എന്ന് ഗണ്ഡിതമായി പറയുന്നു. ഒരു വിഭാഗം പണ്ഡിതന്മാർ ശ്രീലങ്കയിൽ ഇറങ്ങി എന്ന് പറയുന്നു. ശ്രീലങ്കയിൽ ഇറങ്ങിയാലും ഇന്ത്യ തന്നെ. കാരണം ജോഗ്രഫിക്കലായും ഹിസ്റ്റോറിക്കലായും അന്ന് ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണ്. പിന്നീട് എപ്പോഴോ ചരിത്രത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായപ്പോൾ അതിനിടയിൽ വെള്ളം കയറിയതാകാം എന്നാണ് ജോഗ്രഫിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇത് ആർക്കും പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ആദിമ മനുഷ്യവാസമുള്ള ഒരു ഉപഭൂഖണ്ഡമാണ് ഭാരതം. അതുകൊണ്ട് ഭാരതത്തിന്റെ പ്രത്യേകത നാനാത്വത്തിൽ ഏകത്വമാണ്. ആദമിനെ പോലെ അലൈഹിസ്സലാം. ആദമിന്റെ പ്രത്യേകത എല്ലാ തരം ആളുകളും ആദമിന്റെ മക്കളാണ് എന്നതാണ്. ആദം മനുഷ്യ സമൂഹത്തിന്റെ മൊത്തം പിതാവാണ്. അതിൽ മുസ്ലിമുണ്ട്, അതിൽ പാർസിയുണ്ട്, അതിൽ ബുദ്ധനുണ്ട്, അതിൽ ജൈനനുണ്ട്, അതിൽ ഹിന്ദുവുണ്ട്, അതിൽ മതം ഉള്ളവരുണ്ട്, അത് മതം ഇല്ലാത്തവരുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, വരേണ്യനുണ്ട്, താഴേക്കടയിലുള്ളവരുണ്ട്. എല്ലാവർക്കും പിതാവാണ് ആദം. ആദമിന്റെ നാടാണ് ഇന്ത്യ. രാമേശ്വരത്താണ് പ്രധാനമായി ആദമിന്റെ ഒരു താവളം എന്ന് പറയപ്പെടുന്നു. അതായത് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ തമിഴ്നാട്ടിൽപ്പെട്ട ഒരു ഏരിയയാണല്ലോ രാമേശ്വരം. പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമനുസരിച്ച് സൂറത്തുൽ മാഇദയിൽ വളരെ സവിസ്തരം പറയുന്ന കാബീൽ ഹബീൽ സംഭവങ്ങളെ കുറിച്ച് രണ്ട് പക്ഷമേ ഉള്ളൂ. ഒന്ന് സിറിയയിലാണ്, ഒന്ന് ഇന്ത്യയിലാണ്. ഒരഭിപ്രായം സിറിയയിൽ ഖാസിയുൻ മലയുടെ കരയിലാണ്, ഒരഭിപ്രായം ഇന്ത്യയിൽ തെക്കൻ ഇന്ത്യയിലാണ്, അഥവാ തമിഴ്നാട്ടിലാണ്. ഹാബീലിന്റെ ഖബറും തമിഴ്നാട്ടിലാണെന്ന് അനുമാനിക്കപ്പെടുന്നു. അപ്പോൾ ആദിമ മനുഷ്യബന്ധമുള്ള ഒരു നാടാണ് പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് നാം ഗൗരവമായി മനസ്സിലാക്കണം. പിന്നീട് തൂഫാന് ശേഷം രണ്ടാമതായി പുനരാവർത്തനം ചെയ്തപ്പോഴും ഇന്ത്യ തന്നെയാണ്, ഇന്ത്യ ഒരു പ്രധാന നാടായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പുനരാവർത്തനം ചെയ്യുന്നത് മഹാനായ സയ്യിദുന സാമാണ്, നൂഹ് നബിയുടെ പുത്രൻ സയ്യിദുന സാം അലൈഹിസ്സലാം തന്റെ പെങ്ങളെയും ഭർത്താവിനെയും ഇന്ത്യയിലേക്ക് അയച്ചു എന്നാണ്. ആ പെങ്ങളുടെ പേരാണ് ദഉഫത്ത്. സാമിന്റെ പെങ്ങൾ. സാം എന്നാൽ നൂഹ് നബിയുടെ പുത്രൻ. അതായത് തൂഫാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ലോക പ്രബോധനങ്ങളെ നിയന്ത്രിച്ചത് സാമാണ് അലൈഹിസ്സലാം. സാമിന്റെ നേർപ്പങ്ങൾ അഥവാ നൂഹ് നബിയുടെ മകൾ കപ്പലിൽ ഉണ്ടായിരുന്ന പെണ്ണാണ് ദഉഫത്ത്. ദഉഫത്തും ഭർത്താവും ദക്ഷിണേന്ത്യയിൽ വന്ന് കുടിയേറിപ്പാർത്തു എന്നാണ്. ദഉഫത്ത് എന്ന വാക്ക് ലോപിച്ചാണ് പിന്നീട് ദ്രാവിഡൻ എന്ന വാക്കുണ്ടായത് എന്നാണ് ചരിത്രാനുമാനം. നിങ്ങളുടെ നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം അതൊക്കെ ഉണ്ടല്ലോ, DMK, ADMK. ഇതിന്റെ ബേസ് ദ്രാവിഡൻ എന്നതിന്റെ ബേസ് ദഉഫത്താണ്. ദഉഫത്ത് ബിൻത് നൂഹ്. തൂഫാന് ശേഷം ലോകത്ത് രണ്ട് ഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ആദിമ മനുഷ്യൻ സയ്യിദുന ആദമിലൂടെ. പിന്നെ ഒരു ആവർത്തനം നടന്നിട്ടുണ്ട്. 80 ആളിലേക്ക് ചുരുങ്ങി. ആ 80 ആളിൽ നിന്ന് വികസിച്ചതാണ് ഇന്ന് കാണുന്ന 700 ചില്ലാനും കോടി മനുഷ്യർ. 80 ആളിൽ നിന്നുണ്ടായതാണ്. ആ 80 നൂഹ് നബിയുടെ അനുയായികളാണ്. കപ്പലിലുണ്ടായിരുന്ന ഓൺലി 80% മാത്രം 80 ആളുകൾ. അതിൽപ്പെട്ട രണ്ടാളാണ്, ഒന്ന് ദഉഫയും ഭർത്താവും. അവർ പിന്നെ തൂഫാന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു എന്നാണ്. എല്ലാ നിലക്കും നോക്കിയാൽ ഇവിടെ ലഭ്യമായ ചരിത്രം അനുസരിച്ച് മനുഷ്യ സമൂഹത്തിന്റെ തുടക്കത്തിലും പുനരാവർത്തനത്തിലും ഈ രാജ്യത്തിന് വളരെ വലിയ പങ്കുണ്ടായിട്ടുണ്ട് എന്ന് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് ഒരേ ഒരു ഭാഷയിലാണ് മനുഷ്യനെ
ആദമി എന്ന് വിളിക്കുന്നത്. ये क्या आदमी है, वो अच्छा आदमी है, वो बुरा आदमी है, ये कैसा आदमी है. ആദമി ആദമി എന്ന് വിളിക്കും. ആദമിലേക്ക് ചേർക്കപ്പെട്ടവൻ ആദമി. ഇംഗ്ലീഷുകാർ മാൻ എന്ന് പറയും, അറബികൾ ഇൻസാൻ എന്ന് പറയും, ഇന്ത്യക്കാരൻ ആദമി എന്ന് പറയും. കാരണം ആദമിനെ പരിചയപ്പെട്ട നാടിലാണ് ആദമി. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ സാഹല്യം ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖമായ അഡ്രസ്സാണ്. ഇത് മാറ്റിവെച്ച് ഇന്ത്യക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇന്ത്യ നീതിയുടെ രാജ്യമാണ്. ഇനി ഹൈന്ദവ ഉപദേശത്തെ അനുസരിച്ചും നീതിയുടെ രാജ്യമാണ്. 14 വർഷം ഭഗവാൻ ശ്രീരാമൻ നമ്മുടെ സഹോദരങ്ങളുടെ വീക്ഷണപ്രകാരം ഭഗവാനായിട്ടുള്ള ശ്രീരാമൻ 14 വർഷം വനവാസത്തിന് പോയപ്പോൾ തന്റെ അനുജനും നീതിമാനുമായ ഭരതനെ ഏൽപ്പിച്ചതോടുകൂടെയാണ് ഹിമാലയം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുകയും 2 ഭാഗത്തേക്ക് ചിറവ് വിരിച്ചു കിടക്കുകയും ചെയ്യുന്ന ഈ ഉപഭൂഖണ്ഡത്തിന് ഭാരതം എന്ന് പേര് കിട്ടിയിട്ടുള്ളത്. ഭരതൻ ഭരിച്ച രാജ്യം ഭാരതം എന്നാണ്. അങ്ങനെയുമുണ്ട്. ഭരതൻ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട നീതിമാനായ ഭരണാധികാരിയായിട്ടാണ് ഉപനിഷത്തുക്കൾ ഭരണത്തിനെ വാഴ്ത്തുന്നത്. എല്ലാ നിലയും ഇന്ത്യ എന്നത് ഒരു നീതിയുടെ രാജ്യമാണ്. ഇന്ത്യ ധർമ്മത്തിന്റെ രാജ്യമാണ്. ഇന്ത്യ പരസ്പര സഹകരണത്തിന്റെ രാജ്യമാണ്. ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ രാജ്യമാണ്. ലോകത്ത് ഇങ്ങനൊരു രാജ്യമുണ്ടോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടതാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഏറ്റവും മനോഹരമായ ഒരു രാജ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, മക്കായിൽ പോലും ചില പെണ്ണുങ്ങൾക്ക് നബിയുടെ കാലത്ത് ഹിന്ദ് എന്ന് പേരുണ്ടായിരുന്നു. ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഹിന്ദ് എന്താ? ഹിന്ദ് അറബിയിൽ ഹിന്ദ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഉണ്ടാവുമോ? നമ്മളൊരു പെണ്ണിന് അമേരിക്ക എന്ന് പേര് വെക്കുമോ? നമ്മളൊരു പെണ്ണിന് ബ്രിട്ടൻ എന്ന് പേര് വെക്കുമോ? എന്നാൽ അറബികൾ നബിയുടെ കാലത്തും നബിയുടെ കാലത്തിന് മുമ്പും അറബികൾ, ലോകത്തെ സംസ്കാര സമ്പന്നരായ അറബികൾ, അവരുടെ സുന്ദരിമാരായ പെൺകുട്ടികൾക്ക് ഹിന്ദ്. എന്താ ഹിന്ദ് എന്ന വാക്കിന്റെ അർത്ഥം? ഇന്ത്യ. ലോകത്തെ സൗന്ദര്യമാണ് ഇന്ത്യ. അറബികൾ അംഗീകരിച്ചു. ഹിന്ദ് ഹിന്ദ് മഅനതുഹ ഇന്ത്യ. ഹിന്ദ് ഇന്ത്യ. അവരുടെ പെൺമക്കൾക്ക് അവർ നൽകിയ പേരാണ് ഇന്ത്യ. ഒരു രാജ്യത്തിന്റെ പേരെങ്ങനെ ഒരു കുട്ടിക്ക് വെക്കോ? ആരെങ്കിലും ലോകത്തെന്തെങ്കിലും വെച്ചിട്ടുണ്ട്? പുണ്യനബിയുടെ കാലത്തും മുമ്പും സുന്ദരിമാരായ പെൺകുട്ടികൾക്ക് അറബികൾ വെച്ചിരുന്ന പേരാണ് ഹിന്ദ്. ഇപ്പോഴും കാണാം. ഇപ്പോഴും അറബികൾ സൗദി അറേബ്യയിലടക്കം ആയിരക്കണക്കായ പെൺകുട്ടികൾക്ക് ഹിന്ദ് എന്ന് പേരുണ്ട്. ഇന്ന് നൂറ ഹിന്ദ്, ഫാത്തിമ ഹിന്ദ്, ഖദീജ ഹിന്ദ്, ഹിന്ദ് എത്രയോ. എന്തുകൊണ്ട്? ഇത് ഹിമാലയത്തിന്റെ താഴെ അറബിക്കടലിലേക്കും ഒരു ഭാഗത്ത് ഇങ്ങനെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് ചെടകി പിടിച്ചു നിൽക്കുന്ന ഈ രാജ്യം ലോകത്തെ നന്മയുടെ നിദർശനമായ ഒരു രാജ്യമായതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ലോകം മുഴുവനും അവന് പെൺമക്കൾക്ക് പോലും പേരിടാൻ കാരണമായത് എന്ന് നാം ചിന്തിക്കണം. ഈ രാജ്യം ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ നന്മ അതിന്റെ നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന് ചിന്തിക്കണം. ഇവിടെ ഒരുപാട് ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ, മുസ്ലിമീങ്ങൾ. പക്ഷേ ഇന്ത്യക്കൊരു സ്വഭാവമുണ്ട്. ഏത് ഭരണാധികാരി ഭരിച്ചപ്പോഴും ഇന്ത്യയിലെ ഭരണാധികാരികൾ പൊതുവെ വർഗീയവാദികളായിരുന്നില്ല. ആരുമായിരുന്നില്ല. ഒരു ഭരണാധികാരിയും വർഗീയവാദിയായിരുന്നില്ല. ഇന്ത്യയിലെ ചരിത്രം അങ്ങനെയാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു സാഹചര്യം ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാജ്യം, ചരിത്രാതീത കാലം മുതലേ നന്മ കളിയാടുന്ന ഒരു രാജ്യം, പള്ളിയിൽ പോലും ബ്രിട്ടീഷുകാർക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയത് പള്ളിയിൽ ഹൈന്ദവ നേതാക്കന്മാരെ കയറ്റിയ മാധവ മേനോനെ, ആലി മുസ്ലിയാരെ മാധവ മേനോനെ തിരുരങ്ങാടി പള്ളിയിൽ കയറ്റിയിട്ട് ഖിലാഫത്ത് പ്രഖ്യാപനം നടത്തി. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് തിരുരങ്ങാടി പള്ളിക്ക് തന്നെ വെടിവെച്ചത്. എന്തുകൊണ്ട്? ഹിന്ദുവും മുസ്ലിമും യോജിക്കുന്നത് ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല.
ഹിന്ദു മുസ്ലിം യോജിച്ചാൽ പിന്നെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നിൽക്കക്കള്ളിയില്ലതോ. മാധവ് മേനോൻ, കെ മാധവ് മേനോൻ തിരൂരങ്ങാടി പള്ളിയിൽ കയറ്റി മെഹ്റാബിൽ നിരത്തി ആലി മുസ്ലിയാർ പ്രസംഗിച്ചു. മാധവ് മേനോൻ എവിടെ? കെ മാധവ് മേനോൻ പള്ളിയുടെ മെഹ്റാബിൽ പ്രസംഗിച്ചു, ആലി മുസ്ലിയാർ. അങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ തുടക്കം. അപ്പൊ നമ്മുടെ ചിന്തിക്കണം, ഇവിടെ പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചുമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മഹാനായ മമ്പുറം മൗലവി തബീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിൽ മമ്പുറമി ആണ് 18, 19, 20 നൂറ്റാണ്ടുകൾ ആയി ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ, ദക്ഷിണേന്ത്യയിൽ, മലബാറിൽ, കേരളത്തിൽ, ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്ന നവോത്ഥാനത്തിന്റെ ശില്പി മഹാനായ മൗലവി തബീല ഖുതുബുസ്സമാനാണ്. ഖുതുബുസ്സമാന്റെ പ്രധാനപ്പെട്ട കാര്യസ്ഥൻ കോന്തുനായരാണ്. എല്ലാ കാര്യത്തിന്റെയും സിസ്റ്റമാറ്റിക്കൽ രീതികൾ കോന്തുനായരെ ഏൽപ്പിച്ചിരുന്നു. കോന്തുനായർ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. അത്ര വലിയ സ്വാധീനമായിരുന്നു കോന്തുനായർക്ക് മഹാനായ തങ്ങളിൽ ഉണ്ടായിരുന്നത്. നാം ഇത് ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പവിത്രമായ പാരമ്പര്യം, ആ പാരമ്പര്യം കൊണ്ടാണ് ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രാജ്യത്തൊരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ 1935 മുഹമ്മദൻ ലോ ബ്രിട്ടീഷുകാർ തന്നെ അംഗീകരിച്ചത്. ഇനി ഞാനൊരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയട്ടെ. ഈ ശരിയായിട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ ആകെ 5 കാര്യങ്ങളിൽ മാത്രമാണ്. ബാക്കി മൊത്തം കോമൺ നെയിമാണ് ലോകത്തെവിടെയും. ആകെ ശരിയായിട്ട് ആക്ട് മുഹമ്മദൻ ലോ ആകെ 1935 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അംഗീകരിച്ച മുഹമ്മദൻ ലോ എന്ന ഇസ്ലാമിക ശരിയാത്ത് വിധി അനുസരിച്ചുള്ള ശരിയാത്ത് ആക്ട് 5 കാര്യങ്ങളിലാണ്. വിവാഹം, വിവാഹമോചനം, മഹർ, വസിയ്യത്ത്, അനന്തരാവകാശം. ഇത്ര മാത്രം കാര്യത്തിലെ ശരിയാത്ത് ആക്ട് ഉള്ളൂ. ബാക്കി മൊത്തം രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഒരു നിയമമാണ്. എല്ലാവർക്കും ഒരു നിയമമാണ്. രാജ്യത്ത് അതാത് മതവിഭാഗങ്ങൾക്ക് അവരുടെ ഹിന്ദു ആക്ട് ഉണ്ടല്ലോ, ഹിന്ദു ആക്ട് ഉണ്ട് ഈ കാര്യങ്ങളിൽ. ഇത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യമാണ്, സാമൂഹിക കാര്യമല്ല. സാമൂഹിക കാര്യത്തിൽ എല്ലാവർക്കും ഒരു നിയമമാണ്. ലോകത്തെവിടെയും ഇതുകൊണ്ട് ഒരു സമുദായത്തിന് ഒരു സമുദായം ഈ നിയമങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയാസവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ടു പോരുന്നത്. ആകെ 5 കാര്യം: വിവാഹം, വിവാഹമോചനം, മഹർ, വസിയ്യത്ത്, അനന്തരാവകാശം. ഇത്രയുള്ളൂ. ചിന്തിക്കും. പിന്നീട് ഇന്ത്യ റിപ്പബ്ലിക്കായപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ആരാണ് അതിന്റെ ശില്പികൾ? ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ശില്പികൾ ലോകത്തെ അതിപ്രധാനികളായ 2 ആളുകളാണ്. ഇന്ത്യയിലെ പ്രധാനികളല്ല, ലോകത്തെ പ്രധാനികൾ. 20ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത 2 വലിയ മനുഷ്യർ, ഒന്ന് BR അംബേദ്കർ, ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇവരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പികൾ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോൾ ഇവിടെ ഈ ശരിയാറ്റ് ആക്ട് 1935 ശരിയാറ്റ് ആക്ട് മുസ്ലിമീങ്ങൾക്ക് നടപ്പിൽ വരുത്താൻ നിലനിർത്താനുള്ള അനുവാദം നൽകി. മറ്റു മതവിഭാഗങ്ങൾക്ക് അവരുടെ മതവിഭാഗങ്ങളുടെ താല്പര്യം അനുസരിച്ചു. അതായത് മുസ്ലിമീങ്ങൾ ശരിയാറ്റ് ആക്ട് മാത്രമല്ല, ഈ കാര്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് ഹിന്ദു നിയമം, പാർസികൾക്ക് പാർസികളെ നിയമം. നിങ്ങൾ ചിന്തിക്കണം, അവർക്ക് ഒരു യൂണിയൻ സിവിൽ കോഡ്, ഒരു കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്ക് കഴിഞ്ഞിട്ടില്ല? BR അംബേദ്കർക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും കഴിയേണ്ടത് അന്നാണ്. ഒന്ന്, അവർ ലോകം കണ്ട ബുദ്ധിമാന്മാരാണ്. 2, അന്ന് ആളുകൾ വളരെ ചുരുക്കമാണ്. ഇന്ത്യ 1947 സ്വതന്ത്രമാകുമ്പോൾ 27.5 കോടി ഹിന്ദുക്കൾ, 3.5 കോടി മുസ്ലിമീങ്ങൾ, 70 ലക്ഷം ക്രിസ്ത്യാനികൾ, 60 ലക്ഷം സിഖുകാർ, 1 ലക്ഷം പാർസികൾ, 2400 ജൂതന്മാർ. അങ്ങനെയാണ് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമായത്. 27.5 കോടി ഹിന്ദുക്കൾ, 3.5 കോടി
മുസ്ലിമീങ്ങൾ, അതായത് വിഭജിക്കപ്പെട്ട ഇന്ത്യയുടെ കണക്കാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവിഭക്ത ഇന്ത്യയുടെ കണക്കല്ല. വിഭജിക്കപ്പെട്ട ഇന്ത്യയുടെ കണക്ക് മനസ്സിലായില്ലേ? വിഭജിക്കപ്പെട്ട ഇന്നത്തെ ഇന്ത്യയുടെ കണക്ക് 27.5 കോടി ഹിന്ദുക്കൾ, 3.5 കോടി മുസ്ലിമീങ്ങൾ, 70 ലക്ഷം ക്രിസ്ത്യാനികൾ, 60 ലക്ഷം സിഖുകാര്, 1 ലക്ഷം പാർസികള്, 2400 ജൂതന്മാർ. ആകെ കൂടെ 33 കോടിയേക്കാൾ കുറവ്. അന്നാണ് നടപ്പിലാക്കാൻ കഴിയേണ്ടത്. കാരണം ആളോഹരി വളരെ കുറവാണ്. ഇന്ന് ഇന്ത്യൻ ജനസംഖ്യ അന്ന് 33 കോടിയിൽ താഴെയായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ ജനസംഖ്യ 125 കോടിയിലേറെയാണ്. BR അംബേദ്കറെ പോലെയും പണ്ഡിറ്റ് ജവഹർലാലിനെ പോലെയുമുള്ള ഒരാൾ ഇന്ന് ഇന്ത്യയിൽ ഇല്ലതാണ്. ചിന്തിക്കണം. അവർക്ക് കഴിഞ്ഞിട്ടില്ല, അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് സംബന്ധമായ ഒരു ചർച്ചയിൽ മുസ്ലിം പണ്ഡിതന്മാർ പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിലെ 11-ാം അനുച്ഛേദം മുതൽ 33-ാം അനുച്ഛേദം വരെ അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാൽ മൗലിക അവകാശ അനുച്ഛേദങ്ങളാണ്. അതിനെ മറികടക്കാൻ ഒന്നിനും പാടില്ല. ഈ പറയുന്ന 36-ാം വകുപ്പ് മുതൽ 51-ാം വകുപ്പ് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമമല്ല. വേണമെങ്കിൽ സൗകര്യമൊരുങ്ങിയാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടപ്പിലാക്കാം. 36-ാം അനുച്ഛേദം മുതൽ 51-ാം അനുച്ഛേദം വരെ അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. അത് നടപ്പിലാക്കാൻ ഒരു സർക്കാരിന് മൗലികമായ ബാധ്യതയില്ല. അതിൽ 44-ാം അനുച്ഛേദമാണ് സൗകര്യപ്പെട്ടാൽ ഒരു കോമൺ സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുമെന്നത്. ഇനി കോമൺ സിവിൽ കോഡിനെ പറ്റി പറയാം. കോമൺ സിവിൽ കോഡ് ലോകത്ത് ഒരിടത്തും നടപ്പിലാക്കാൻ പറ്റൂല, നടപ്പിലാവൂല. നടപ്പിലാക്കിയ രാജ്യങ്ങൾ തകർന്നു തരിപ്പണായിട്ടുണ്ട്. ഒന്ന് USSR. 1917 USSRൽ കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കിയതാണ്. ഒരു നൂറ്റാണ്ട് പോലും ആ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. 1990 തകർന്ന തരിപ്പണായി. ഇന്ന് USSR എന്നൊരു രാജ്യം ലോകത്ത് ഇല്ല. ഇന്ന് USSR എന്നൊരു രാജ്യം ലോകത്തില്ല. വ്ളാഡിമിർ ലെനിൻ എന്താ ചെയ്ത്? ലെനിൻ ബോൾഷെവിക് വിപ്ലവത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ 1917 അവിടെ യൂണിയൻ സിവിൽ കോഡ് കൊണ്ടുവന്നു. ഫലമെന്റ് ഉണ്ടായി. ലെനിൻ ഭരിച്ചപ്പോൾ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായി. ലെനിൻ ഭരിച്ചപ്പോൾ മാത്രം 1917 മുതൽ 1923 വരെ യൂറോപ്പിൽ മരിച്ചത് 50 ലക്ഷം മനുഷ്യരാണ്. 2 കാര്യങ്ങളിൽ ലെനിന് പിഴച്ചു. ഒന്ന്, കോമൺ സിവിൽ കോഡ് കൊണ്ടുവന്നു. 2, സമ്പത്ത് പൊതു ഉടമയിലാക്കി. ഈ 2ന്റെ പേരിലും കലാപങ്ങളും കുഴപ്പങ്ങളും മത്സരങ്ങളും യുദ്ധങ്ങളും സർക്കാരും പബ്ലിക്കും തമ്മിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. യൂറോപ്പിൽ ലെനിൻ ഭരിച്ചപ്പോൾ മാത്രം കമ്മ്യൂണിസത്തിന്റെ പിതാവെന്ന് ഒരു പക്ഷേ ജനകീയ പിതാവ് എന്ന് പറയപ്പെടാവുന്ന അതിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഉണ്ടാക്കിയ ആള് ഒരു പക്ഷേ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആയിരിക്കാം. പക്ഷേ അതിന് താത്വികമായ ജനകീയ അടിത്തറ ഉണ്ടാക്കിയത് വ്ളാഡിമിർ ലെനിനാണ്. ലെനിൻ ഇത് കൊണ്ടുവന്നു. യൂണിയൻ സിവിൽ കോഡ് തകർന്നുപോയി. ഇന്ന് USSR ലെനിന് മനസ്സിലാക്കാൻ കഴിയാത്തത് 1984 ഗോർബച്ചേവിന് മനസ്സിലായി. തകർന്ന് ഇന്ന് ആ രാജ്യം ലോകത്തില്ല. യൂണിയൻ സിവിൽ കോഡ് നടപ്പിലാക്കി. ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇത് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. എന്താണ് ഈ വിഷയം? ഇത് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യം. പറയുമ്പോൾ കുറച്ച് കേൾക്കാനൊന്നും അത്ര സുഖം ഉണ്ടാവില്ല. സ്വർഗവും നരകം പറയണ മൂല്യരെന്താ ഇത് പറയുന്നത് ചിന്തിക്കുന്നുണ്ടാവും. അത് മാത്രം പറയണം. അവിടെ പോകണമെങ്കിൽ ഇവിടെ കാര്യം നടക്കണ്ടേ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഉണ്ടായാലല്ലേ വഫിൽ ആഖിറതി ഹസന ഉണ്ടാവുള്ളൂ. ആരും ബേജാറാവണ്ട. ഈ കാര്യങ്ങളെയൊക്കെ നേരിടാൻ നമ്മുടെ മുന്നണി തയ്യാറാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരും പേടിക്കണ്ട. ഇവിടെ നിലവിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പ്രവർത്തകരും സന്നദ്ധരാണ്, കഴിവുള്ളവരാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ ഇത് സമസ്ത മാത്രം ചെയ്യേണ്ട ഒരു പണിയല്ല, എല്ലാവരും യോജിച്ചു ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ലോകത്തിന് നടപ്പിലാക്കിയ രാജ്യങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. അൽബേനിയ, ഹംഗറി, ചെക്കോസ്ലോവാക്യ, കിഴക്കൻ ജർമ്മനി, അനവധി രാജ്യങ്ങൾ നടപ്പിലാക്കിയ ആ രാജ്യങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റൂല? പ്രകൃതി പോലും അങ്ങനെയല്ല. പ്രകൃതി തന്നെ നാനാത്വത്തിൽ ഏകത്വമാണ്. പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതി എന്ന് നോക്കി നിങ്ങൾ ഇത് ഇങ്ങനെയാണ്. ഇയാളാണ് പറ്റ ചെറിയവൻ, പക്ഷെ ഇയാൾ ഒരു ആളാണ്. ഇയാളൊരു സംഗതി തൂക്കം കൂടും, വലിപ്പമില്ല. എന്നാ ഇയാളെ തള്ളാൻ പറ്റില്ല. ഇയാളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി ഇയാൾ ആരാ? ഇയാൾ സത്യത്തിൽ നെടിയവനല്ല, കുറിയവനുമല്ല, പക്ഷെ കൽപ്പനാധികാരം ഇയാൾക്കാണ്. ഇയാൾക്ക് കൽപ്പനാധികാരമൊന്നുമില്ല, പക്ഷെ കുറച്ച് ലെങ്ത് കൂടും. ഫിസിക്കലായി ബോഡി സ്ട്രക്ചറിൽ ഇയാൾക്കാണ് ലെങ്ത് ഉള്ളത്. ഇയാൾക്ക് പ്രത്യേക സ്ഥാനം ഒന്നുമില്ല, എന്നാൽ മോതിരം ഇയാൾക്കാണ് കൊടുക്കുക. അലങ്കാരത്തിന്റെ പുലിമ ഇയാൾക്കാണ്. ഇവർക്കൊന്നും നടക്കാത്തത് ഇയാൾക്കാണ്. ഇവരൊന്നും കയറാത്തടുത്ത് ഇയാൾ കയറും. ഇയാൾക്ക് പൂച്ചപ്പാസാണ്, എവിടെയും കയറണം. ഇതാണ് പ്രകൃതി. അത് അംഗീകരിക്കണം. നടക്കൂല. ലോകത്ത് ഒരു യൂണിയൻ സിവിൽ കോഡ് നടക്കൂല. എല്ലാരും അംഗീകരിക്കാം. നടക്കൂല. ലോകത്ത് നടക്കൂല. യൂണിയൻ സിവിൽ കോഡ് നടക്കൂല. പ്രകൃതി പോലുമില്ല. പച്ചയായ ഇല, പച്ചരം, പച്ചയായ ചില്ല, ഒക്കെ പച്ച നോക്കുമ്പോൾ എല്ലാം മരത്തിന്റെ തുടക്കം മുതൽ ഏകദേശം അവസാനിക്കുന്നത് വരെ ലീഗാണ്. പക്ഷെ കഴിഞ്ഞില്ല. അതാണ് കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങോട്ട് പൂക്കും. അത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ ഈ മരച്ചില്ലയുടെ അവസാനം ഇരുന്നിട്ട് പൂവിനെ പറയാൻ പറ്റോ? എന്നെ ചുമക്കിയടോ, ഞാനല്ലടോ വലിയവൻ, അങ്ങനെ പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരനായ പൂവിനൊരു ഫ്യൂച്ചർ ഉണ്ട്. എന്തായാലും ഫ്യൂച്ചർ? ഇതിന് ലീഗിനെ പ്രസവിക്കണം. ഈ ചുവപ്പ് ലീഗിനെ പ്രസവിക്കും, പച്ചയെ പ്രസവിക്കും. എന്റെ അല്ലാഹു, രാവിലെ സുബഹി നിസ്കരിച്ചാൽ ഈ മുസ്ലിയാക്കന്മാരും നമ്മളും എല്ലാവരും ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി. അല്ലാഹു എന്തിനും കഴിവുള്ളവനാണ്. മലപ്പുറം ഭാഗത്തൊക്കെ പച്ചമരം, പച്ചയില, പച്ചപ്പൂ. കണ്ണൂർ ഭാഗത്തേക്ക് പോയാൽ ചുവന്ന മരം. പറ ഇഷ്ട ചുവന്നയില, ചുവന്നപ്പൂ. കഴിയൂലേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തിനും കഴിയുന്ന പഠിച്ചോനെ അങ്ങനെയാക്കാൻ കഴിയൂലേ? കഴിയും. ചെയ്യൂല. പ്രകൃതി തന്നെ നാനാത്വത്തിലേകത്വമാണ്. ജൂതനെ സഹിക്കാതെ മദീനയിൽ മുസ്ലിം ജീവിച്ചിട്ടില്ല. ഇല്ല. യൂണിയൻ സിവിൽ കോഡ് മുഹമ്മദ് നബി നടപ്പിലാക്കിയിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ നടപ്പിലാക്കിയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ താനുണ്ടാക്കിയ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, തന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, തന്റെ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് എല്ലാം താനായ ഒരു രാഷ്ട്രത്തെ മുഹമ്മദ് മുസ്തഫ വിധി പറയാൻ വേണ്ടി ചില വിഷയങ്ങളിൽ ജൂതന്മാർ നബിയെ സമീപിക്കും. അപ്പോൾ പറയും, നിങ്ങൾ ഈ മതത്തിൽ കയറുന്നോ? ഇല്ല. എന്നാൽ നിങ്ങളെ മതം അനുസരിച്ച് വിധി പറയണം. നിങ്ങളെ പുരോഹിതരെ കൂട്ടിക്കൊണ്ടുപോവാ. മുഹമ്മദ് മുസ്തഫ. മദീനയിൽ മുസ്ലിമീങ്ങൾക്ക് ശരിയാക്കാക്ക്, ജൂതന്മാർക്ക് ജൂതാക്ക്. ആരുടെ കാലത്ത്? പുണ്യനബിയുടെ കാലത്ത്. 984% മുസ്ലിംകളും 16% മുസ്ലിമേതരമുള്ള രാജ്യമാണ് ഇറാഖ്. ഇന്നും 84% മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ആക്ട്, ശരിയാത്ത് ആക്ട്. ബാക്കിയുള്ളവർക്ക് അവരവരുടെ മതനിയമങ്ങൾ. ഈ കാര്യങ്ങൾ 93% മുസ്ലിങ്ങളും 6% 7% അറബി ക്രിസ്ത്യാനികളുമുള്ള രാജ്യമാണ് ഈജിപ്ത്.
നേരത്തെ പറഞ്ഞ ഇറാഖ്, ഈ പറയുന്ന ഈജിപ്ത്, 93% മുസ്ലിംകളും 7% അറബി ക്രിസ്ത്യാനികളും മറ്റുള്ളവരുമടക്കം 7% രാജ്യത്തെ 93% മുസ്ലിമീങ്ങൾക്ക് ശരിയാക്കാക്കി, മറ്റുള്ളവർക്ക് അവരവരുടെ മതനിയമങ്ങൾ. പാകിസ്ഥാനിൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക്, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് മുസ്ലിം ആക്ട്, ശരിയാക്കാക്ട്. എന്നാൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലെ ഹിന്ദു ആക്ട്, ബംഗ്ലാദേശിൽ മൃഗീയ ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്ക്, എന്നാൽ മുസ്ലിമീങ്ങൾക്ക് മാത്രം ശരിയാക്ട്, അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലെ ഹിന്ദു ആക്ട്. ലോകത്ത് നടപ്പിലാവില്ല, നടപ്പിലാക്കാൻ പറ്റൂല, നടക്കൂല. ലോകത്തൊരു രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു നാട്ടിൽ നടപ്പിലാവില്ല. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ഇവർക്കും അറിയാം, ഇത് ഈ പറയുന്ന ആളുകൾക്ക് അറിയാം. ഇവിടെ ഒരു കോമൺ സിവിൽ കോഡ് നടപ്പിലാവൂല എന്ന് അറിയാം. നടപ്പിലാക്കി എങ്ങനെ നടക്കും? എന്തിന്? ഒരു കോമൺ ഹിന്ദു കോഡ് കൊണ്ടുവന്നപ്പോൾ കോമൺ ഹിന്ദു കോഡിനെ ഇന്ത്യൻ പാർലമെന്റിൽ BR അംബേദ്കർ ഒരു കോമൺ ഹിന്ദു കോഡ് കൊണ്ടുവന്നപ്പോൾ കോമൺ ഹിന്ദു കോഡിനെ ആദ്യം എതിർത്തത് RSS ആണ്. ദീനദയാൽ ഉപാധ്യായയുടെ പേരിൽ ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം 1972 നടക്കുമ്പോൾ സവർക്കർ പറഞ്ഞത്, ഒരിക്കലും RSSന്റെ ശില്പിയാണ് സവർക്കർ, RSSന്റെ പിതാവാണ് സവർക്കർ, ജനസംഘത്തിന്റെ പിതാവാണ് സവർക്കർ. എന്താ സവർക്കർ 1972 പറഞ്ഞത്? അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന അഭിപ്രായം എനിക്കില്ല, അത് രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോകും. എല്ലാവരും പറഞ്ഞു. എന്തുകൊണ്ട്? 6000 ജാതികൾ ഉപജാതികളുള്ള സമുദായമാണ് ഹിന്ദുക്കൾ. എങ്ങനെ ഒരു കോമൺ സിവിൽ കോഡ് അവരിൽ നടപ്പിലാവും? നടപ്പിലാവില്ല. ഇന്ത്യ അത്ഭുതമാണ്. 15 ഔദ്യോഗിക ഭാഷകൾ, 845 പ്രാദേശിക ഭാഷകളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെ രാജ്യം ഉണ്ടാവില്ല ലോകത്ത്. എന്താ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത്? 15 ഔദ്യോഗിക ഭാഷകൾ, ഹിന്ദി അടക്കമുള്ള, മറാഠി അടക്കമുള്ള 15 ഔദ്യോഗിക ഭാഷകൾ, 845 പ്രാദേശിക ഭാഷകൾ. അതാണ് ഇന്ത്യ. നടപ്പിലാവില്ല, നടപ്പിലാക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇത് നാനാത്വത്തിൽ വൈവിധ്യമുള്ള രാജ്യമാണ്. ഒരു ഹിന്ദു കോഡ് നടപ്പിലാവില്ല, ഹിന്ദു കോഡ് പോലും നടപ്പിലാവില്ല. അത് ഇന്ത്യൻ ശൈലി അങ്ങനെയാണ്. ലോകത്ത് ഇത് ഒരൊറ്റ ഭാഷ, ഒരു രാഷ്ട്രം, ഒരു ജനത, ഒരു രീതി നടപ്പിലായിട്ടില്ലല്ലോ. ലോകത്ത് ഒരു രാജ്യത്തും യൂണിറ്റി സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കാൻ നിർബന്ധിക്കരുത് എന്ന് UN പോലും നിയമമുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ BR അംബേദ്കറെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും കണ്ടപ്പോൾ ഇതിന്റെ പ്രഖ്യാപന വേളയിൽ കാണുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പണ്ഡിതന്മാർക്ക്, മുസ്ലിം പണ്ഡിതന്മാർക്ക് ഉറപ്പ് നൽകി, ഒരിക്കലും ഒരു സമുദായം സ്വമേധയാ ആവശ്യപ്പെടുന്നത് വരെ അവരുടെ വ്യക്തി കുടുംബകാര്യങ്ങളിലെ മതനിയമങ്ങൾ ഇന്ത്യ രാജ്യം എടുത്തു നീക്കുകയില്ല. ആരും BR അംബേദ്കർ പറഞ്ഞു. അപ്പോൾ ഇവിടെ സത്യത്തിൽ നരേന്ദ്രമോദിക്കും അറിയാം, ഇവിടെ ഒരു യൂണിയൻ സിവിൽ കോഡ്, ഒരു കോമൺ സിവിൽ കോഡ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധ്യമല്ല. പിന്നെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ഇവിടെ UP പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. സൗകര്യം കിട്ടിയാൽ RSS അതിന്റെ പുറകിൽ കയറി ഇരിക്കുകയും ചെയ്യാം. പക്ഷെ നടപ്പിലാക്കാൻ കഴിയൂല. ഇത് വെറുതെ ഒരു ജനതയെ, ചില ഉദ്ദേശങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇനി ഞാൻ ഈ മുസ്ലിം സമുദായത്തിൽ ബഹുഭാര്യത്വം നടപ്പിലാവുന്നു. അതുകൊണ്ടാണ് ബഹുഭാര്യത്വം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബഹുഭാര്യത്വം നടക്കുന്നത് ആദിവാസികളിലാണ്. 15.25%, മുസ്ലിമീങ്ങളിൽ 5.7%.
അല്ല, ആദിവാസികളിൽ ബഹുഭാര്യത്വം 15.25%, മുസ്ലിങ്ങളിൽ 5.7%, സവർണ ഹിന്ദുക്കളിൽ 5.8%, ബുദ്ധന്മാരിൽ 6.14%. തുലോം കുറഞ്ഞ ആളുകളാണ് മുസ്ലിമീങ്ങൾ. എല്ലാവരും ആർക്കല്ലാത്തത്? ഈ അടുത്ത് പോലും പ്രഗത്ഭനായ കർണാടകക്കാരൻ, പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്, BJPയുടെ ഒരു സ്വന്തക്കാരൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. സപ്രായി എന്ന പേരുള്ള ഒരു BJP MLA ഉണ്ടായിരുന്നു ബീഹാറിൽ നിന്ന്. അദ്ദേഹം മൻമോഹന്റെ സർക്കാരിൽ കാലത്ത് പോലും MP ആണ്. അദ്ദേഹം 58 വിവാഹം ചെയ്തിട്ടുണ്ട്. BJPയുടെ MP, 2 തവണ BJPയുടെ ബീഹാറിലെ MLA, 58 വിവാഹമാണ്. ആർക്കാ ഇല്ലാത്തത്? മുസ്ലിം സമുദായത്തിലാണ് കൂടുതൽ വിവാഹം എന്ന് വിചാരിക്കണ്ട. കണക്കെടുത്ത് നോക്ക്. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം അതിനൊരു നിയമമുണ്ട്. നീതിയോടുകൂടെ വർത്തിക്കാൻ കഴിഞ്ഞാലേ ഒന്നിനധികം കല്യാണം കഴിക്കാൻ പറ്റൂ. സത്യത്തിൽ അവരെയല്ലേ സമുദ്ധരിക്കേണ്ടത്, മറ്റുള്ളവരെ? മറ്റുള്ള സമുദായങ്ങളിൽ ഒന്നിലേറെ വിവാഹം കഴിച്ചാൽ ആദ്യത്തെ ഭാര്യ മാത്രമേ ഭാര്യയായി പരിഗണിക്കുകയുള്ളൂ, അനന്തരാവകാശം ലഭിക്കുകയുള്ളൂ. മുസ്ലിമീങ്ങൾ ഏറെ വന്ന 4 കല്യാണം കഴിക്കാം. എല്ലാവർക്കും ഭാര്യ, എല്ലാവർക്കും തുല്യാവകാശം, മക്കൾക്ക് ഒരുപോലെ അനന്തരാവകാശം. ഞാൻ പറയണ്ട, നിങ്ങളെ തമിഴ്നാട്ടിൽ വരെയുണ്ട്. വലിയ വലിയ നേതാക്കന്മാർ ഒന്നിലധികം കല്യാണം കഴിച്ചവരില്ലേ തമിഴ്നാട്ടിലില്ലേ? എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? ഇല്ലേ? നിങ്ങളൊക്കെ അവരെ പാർട്ടിക്കാരാവും. എനിക്ക് വിരോധമൊന്നുമില്ല, ആയിക്കോളൂ, അതിലൊന്നും പ്രശ്നമില്ല. അല്ല, ഞാൻ കുറ്റം പറയല്ല. ഞാൻ കുറ്റം പറയല്ല. ഇത് എന്റെ ഭാഷയിൽ കുറ്റമല്ല. എല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കാരണവരാണ് കരുണാനിധി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവരാണ് കലേഞ്ചരെ പോലെ പാരമ്പര്യമുള്ള ഒരാൾ ഇപ്പോൾ പൊളിറ്റിക്സിൽ ഇന്ത്യയിൽ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ആ പ്രായമുള്ള ഒരാളില്ല. എത്ര ഭാര്യമാര്? പക്ഷേ സർക്കാരിന്റെ കണക്കിൽ ഒന്നേ ഉണ്ടാവും. സാവിത്രി അമ്മാൾ നിങ്ങൾക്ക് ആര് എന്ന് ചോദിച്ചു ഒരിക്കൽ കലേഞ്ചറോട് പത്രക്കാർ. സാവിത്രി അമ്മാൾ നിങ്ങൾക്ക് ആര്? അപ്പോൾ കലേഞ്ചറുടെ മറുപടി, സാവിത്രി അമ്മാൾ എന്റെ കനിമൊഴിയുടെ അമ്മയാണ് എന്നാണ്. അപ്പോൾ പത്രക്കാർ പിന്നെ ചോദിച്ചു, കനിമൊഴി നിങ്ങൾക്ക് ആര്? അപ്പോൾ കലേഞ്ചർ പറഞ്ഞു, കനിമൊഴി എന്റെ മോളാണ് എന്ന് പറഞ്ഞു. അതായത് സർക്കാർ കണക്കിൽ 1, മറ്റ് കുട്ടിൻ്റെ അമ്മ. ഈ വിഷയത്തിൽ സമുദ്ധരിക്കേണ്ടത് മുസ്ലിമീങ്ങളല്ലല്ലോ. കോഴിക്കോട്ട് പോലും വന്നിട്ട് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് മുസ്ലിമീങ്ങളെ സമുദ്ധരിക്കാണ്. സത്യത്തിൽ ഈ വിഷയത്തിലൊക്കെ നല്ല സമുദ്ധാരണ ഉള്ള ജനതയാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വഹാസ്ലം ഒന്നിലേറെ കല്യാണം കഴിച്ചിട്ട് നീതിയിൽ അൽപ്പുറം ഒരു ചെറിയ ചീള് കൊണ്ട് അനീതി കാണിച്ചാൽ അവൻ പാർശ്വഭാഗം കുഴഞ്ഞവനെ പോലെ അല്ലാതെ മഹ്ശറിൽ വരൂല. മുഹമ്മദ് മുസ്തഫ ഒരാള് ഇസ്ലാമിക വിശ്വാസം പറഞ്ഞു, ഇസ്ലാം മതത്തില് ഒരാൾ ഒന്നിലധികം കല്യാണം കഴിച്ചത് ഇല്ല. ഞാൻ നീ അവിടെ ഇരുന്നോ? ഇസ്ലാം മതത്തിലെ ഒന്നിലേറെ കല്യാണം കഴിച്ചിട്ട് ഒരു ചെറിയ അളവിൽ ഒരു ഭാര്യയോടോ മക്കളോടോ അനീതി കാണിച്ചാൽ അവനാണ് മഹ്ശറിലെ ഞൊണ്ടി. മനസ്സിലായില്ല? പാർശ്വഭാഗം കുഴഞ്ഞവനെ പോലെയല്ലാതെ അവൻ പെരുമാറ്റത്തിൽ, സമ്പത്തിൽ, ക്ഷണം കൊടുക്കുന്നതിൽ, ശൈലിയിൽ, രീതിയിൽ, വസ്ത്രത്തിന് അലങ്കാരത്തിൽ, തലയണയുടെ അലങ്കാരത്തിൽ പോലും ഒരു ഭാര്യയ്ക്ക് കൊടുത്ത തലയണക്ക് അലങ്കാരമുണ്ട്, മറ്റേ ഭാര്യയ്ക്ക് തലയണ ലോക്കലാണ്, പറ്റൂല.
ചിന്തിക്കും. അപ്പോൾ തുലോം കുറവാണ്. ഇന്ത്യ രാജ്യത്ത് മതപരമായി ഏറ്റവും ബഹുഭാര്യത്വം കുറഞ്ഞ സമുദായം മുസ്ലിമീങ്ങൾ. ത്വലാഖ് കേരളത്തിൽ ഏറ്റവും ത്വലാഖ് കുറഞ്ഞ ജില്ല മലപ്പുറം, 2 കൊല്ലം, 3 എറണാകുളം. മുസ്ലിം അനുപാതം അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ ജില്ല മലപ്പുറം, 2 കൊല്ലം. ത്വലാഖ് ഇല്ല, ത്വലാഖ് ഇല്ല, ഇല്ല. കുടുംബകലഹം ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറം. ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ ഒന്നായ 55 ജില്ല ഒന്നാണ് മലപ്പുറം. ആ 55 ജില്ലകളിലും വിവാഹമോചനം വളരെ കുറവ്. എന്തുകൊണ്ട്? അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു ഹലാലായ കർമ്മം ത്വലാഖാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പിന്നെ ഇസ്ലാമിന്റെ സ്വഭാവമുണ്ട്. ഇസ്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ മതമായതുകൊണ്ട് കയറിയാൽ എക്സിറ്റ് കൊടുക്കും. ഒരു ഓപ്ഷനിലേക്ക് കയറിയാൽ ആ ഓപ്ഷനിൽ നിന്ന് ഇറങ്ങണമല്ലോ, ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു എക്സിറ്റ് ഉണ്ടാക്കും. അത്ര തന്നെ. വേണ്ടി വന്നാൽ ഇറങ്ങാം, അത്രേ ഉള്ളൂ. വേണ്ടി വന്നാൽ ഇറങ്ങാം. فَابْعَثُوا حَكَمًا مِّنْ أَهْلِهِ وَحَكَمًا مِّنْ أَهْلِهَا. അവർ തമ്മിൽ പൊരുത്തക്കേട് വന്നാൽ അവന്റെ ആളുകളും അവളുടെ ആളുകളും ഇരുന്നു ചർച്ച ചെയ്യട്ടെ. ഒരു നിലക്കും പരിഹാരമായില്ല എങ്കിൽ ഒരു ത്വലാഖ് ചൊല്ലാം. പിന്നെയും പ്രശ്നം തീർന്നില്ല, വീണ്ടും ഒരു ത്വലാഖ് ചൊല്ലാം. എക്സിറ്റ് ഓപ്ഷൻ. ഇവിടെയൊക്കെ എന്താ ഇങ്ങനെ ചെയ്തത്? പരമാവധി ആണും പെണ്ണും യോജിക്കാനുള്ള സാഹചര്യം ഒരുക്കാണ്. അത് ഇസ്ലാമിന്റെ അവസ്ഥയാണ്. പ്രകൃതി മതം ഒരിക്കലും ഒന്നിലിട്ട് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് പെണ്ണുങ്ങൾ സ്വാഭാവികമായും കോട്ടയത്തെ പെണ്ണുങ്ങൾ സ്റ്റൗ പൊട്ടിത്തെറിച്ചും കുടുംബിനികൾ മരിക്കും. മലപ്പുറം ജില്ലയിൽ സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, പക്ഷെ പൊട്ടിത്തെറിച്ച് മരിക്കൂല. മലപ്പുറത്തെ പെണ്ണുങ്ങൾ അങ്ങനെ മരിക്കൂല. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ആത്മഹത്യ കുറഞ്ഞ ജില്ല മലപ്പുറം. ഇനി എന്ത് സമുദ്ധരിക്കാനാണ് പ്രധാനമന്ത്രിക്ക്? സമുദ്ധാരണം ഇതല്ലേ മാതൃക? ഇത് കണ്ട് മറ്റുള്ളവരെ സമുദ്ധരിക്കല്ലേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയേണ്ടത്? അങ്ങനെയല്ലേ? ഇതല്ലേ ഇവിടെ സമുദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഒരു വ്യവസ്ഥാപിതമായ അടിസ്ഥാനത്തിൽ, ഒരു മതകീയ ധ്വനിയിൽ, ഒരു മതകീയ അടിത്തറയിൽ വന്നിട്ടുള്ള ഒരു സമുദായമാണ്. അതങ്ങനെ തോന്നിയതുപോലെ വിവാഹം ചെയ്യാൻ പറ്റൂല, തോന്നിയതുപോലെ വിവാഹമോചനം ചെയ്യാൻ പറ്റൂല. ഇസ്ലാമിന് എല്ലാം നിയമമാണ്, എല്ലാം നിയമമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിവാഹമോചനം. പക്ഷെ ഒരു കാര്യമുണ്ട്, 3 ത്വലാഖും ഒന്നിച്ചു ചൊല്ലിയാൽ അത് ത്വലാഖ് തന്നെ. ഒരു ത്വലാഖ് ഒന്നിച്ചു പോകും. ആരുടെ അഭിപ്രായം? മദാഹിബുൽ അർബഅയുടെ അഭിപ്രായം അങ്ങനെയാണ്. അത് മുഹമ്മദല്ലോ അംഗീകരിച്ചു 1935. ഇനി ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. അത് മതമാണ്. 4 മദ്ഹബിൽ ഏകോപിച്ച അഭിപ്രായം ശാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറത്ത് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ഷെയ്ഖ്, മുത്തലാഖിൽ ജമാഅത്തിന്റെ വീക്ഷണം എന്ത്? അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അതിൽ നിങ്ങൾ സമസ്തയുടെ വീക്ഷണം തന്നെ ഞങ്ങളുടെയും വീക്ഷണം. ഷെയ്ഖ് പറഞ്ഞു. ഞാൻ അവിടെ പറയുകയും ചെയ്തു, അത് ആ വേദിയിൽ ഞാൻ പറയുകയും ചെയ്തു, ഷെയ്ഖിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ഞങ്ങൾ മാനിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഷെയ്ഖേ, നിങ്ങളെ വീക്ഷണം അങ്ങനെ അല്ലല്ലോ, പിന്നെ അതാ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദല്ലോ 1935 വന്നപ്പോഴും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തിൽ ശരിയാറ്റ് ആക്ട് സംവിധാനിച്ചപ്പോഴും മദ്ഹബ് അടിസ്ഥാനത്തിലാണ് അത് വന്നിട്ടുള്ളത്. 4 മദ്ഹബിലും 3 ത്വലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ 3 ത്വലാഖും പോതുമെന്നാണ് മദാഹിബുൽ അർബഅയുടെ വീക്ഷണം. ഇന്ത്യയിൽ 97% മുസ്ലിമീങ്ങളും മദ്ഹബിനെ അംഗീകരിക്കുന്നവരായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ കൂടെയാണ്.
നല്ലത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മനസ്സിലായ പറഞ്ഞത്? അവരുടെ അഭിപ്രായം അങ്ങനെയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒറ്റയ്ക്ക് ഉള്ള അഭിപ്രായം അങ്ങനെയല്ല. പക്ഷേ ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പ്രഗത്ഭനായ നേതാവ് എന്നോട് പറഞ്ഞു, ഇതിൽ സമസ്തയുടെ വീക്ഷണമാണ് ഞങ്ങളുടെ വീക്ഷണം. എന്തുകൊണ്ട്? അത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ വീക്ഷണമാണ്. ഇന്ത്യയിൽ 97% മുസ്ലിമീങ്ങൾ ഒന്നിരിക്കൽ ഷാഫിഈ അല്ലെങ്കിൽ ഹനഫി അല്ലെങ്കിൽ ഹംബലി മാലിക്കി ഇല്ല തന്നെ പറയാം. ഒന്നിരിക്കൽ ഇല്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായി, അത്രേ ഉള്ളൂ. ഇന്ത്യ ഒന്നിരിക്കൽ ഷാഫിഈ അല്ലെങ്കിൽ ഹനഫി. 4 മദ്ഹബിന്റെ വീക്ഷണവും മുത്തലാഖ് സാധുവാണ്. അലൽ മദാഹിബിൽ അർബഅ. ഇത് മദ്ഹബ് അനുസരിച്ചാണ് മുഹമ്മദല്ലോ 1935 മുഹമ്മദല്ലോ വന്നിട്ടുള്ളതും ആ മദ്ഹബ് അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ അഥവാ ഇതുകൊണ്ട് കളിക്കാൻ പറ്റില്ല. ഇതിനെ നിയന്ത്രിക്കുക, ഇതാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ ഉദ്ദേശ്യം. നിയന്ത്രിക്കുക. ത്വലാഖ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. മഹാനായ സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വലാഖ് 3 ത്വലാഖ് ഒന്നിച്ചു ചെല്ലുന്ന ആളുകളോട് ദേഷ്യപ്പെട്ടിരുന്നു. മഹാനായ സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇസ്ലാമിന്റെ വീക്ഷണം അങ്ങനെയാണ്. ചിന്തിക്കുക. ഇവിടെയൊന്നും സത്യത്തിൽ ഇസ്ലാമിക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നിയതുപോലെ പെണ്ണ് കെട്ടുന്ന ഒരു സ്വഭാവം ഇല്ല. തോന്നി ചെല്ലുന്ന സംവിധാനവും ഇല്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ഇവിടെ ബുദ്ധിമാന്മാരായ ബൗദ്ധികന്മാരെ ബി ആർ അംബേദ്കറെ പോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകളുള്ള കാലഘട്ടത്തിലും ഇത് അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ഒരു കോമൺ സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവന്നിട്ടേ ഇല്ല. പിന്നെ മാർഗനിർദ്ദേശക തത്വം ഇല്ലേ? മാർഗനിർദ്ദേശക തത്വം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ 36 അനുച്ഛേദം മുതൽ 51 അനുച്ഛേദം വരെയാണ് നമ്മുടെ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കേണ്ട ബാധ്യത ഒരു സർക്കാരിനും ഇല്ല. സർക്കാരിന് ബാധ്യത ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അഥവാ മൗലികാവകാശങ്ങൾ. 25 അനുച്ഛേദം ഏത് മതമനുസരിച്ചും ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശം. 26 അനുച്ഛേദം ഏത് മതവും ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനുള്ള അവകാശം. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലികാവകാശം. മറ്റൊരു നിയമമല്ല. മാർഗനിർദ്ദേശക തത്വം വേണ്ടി വന്നാൽ ചെയ്യാം. അത് 36 മുതൽ 51 വരെ. അതിൽ 44 കോളമാണ് എന്ത്? യൂണിയൻ സിവിൽ കോഡ്. 44 അനുച്ഛേദമാണ് ഇന്ന് പറയപ്പെടുന്ന ഏക സിവിൽ കോഡ്. 36ന്റെയും 51ന്റെയും ഇടയിലുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 44 കോളമാണ് യൂണിയൻ സിവിൽ കോഡ്. എന്നാ അതിനു മുമ്പ് നടപ്പിലാക്കേണ്ട എത്ര കാര്യമുണ്ടല്ലോ. 36 മുതൽ തുടങ്ങുന്നതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ രാജ്യത്ത് മുഴുവനും മദ്യനിരോധനം നടപ്പിലാക്കുക. മാർഗനിർദ്ദേശം നമ്പർ 1 നടപ്പിലാക്കിയോ? നമ്മുടെ കേരളത്തിൽ ഇപ്പം പൂട്ടിയത് ബാറ് തുറക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി. ാറ് മുതൽ 51 വരെയുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 44 കോളമാണ് എന്ത്? ഇവിടെ ഒരു കോമൺ സിവിൽ കോഡ് കൊണ്ടുവരല്ലേ. 44 കോളമാണ്. അതിന്റെ എത്രയോ മുമ്പ് ഇവിടെ നടപ്പിലാക്കേണ്ടതാണ് എന്ത്? ഇന്ത്യ രാജ്യം മുഴുവനും മദ്യനിരോധനം നടപ്പിലാക്കുക. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം. എവിടെയുള്ളത്? രാജ്യത്തെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിന് ശമ്പളത്തിന് പുറമെ മാസത്തിൽ അവർ ഷെയർ സംഖ്യ നൽകുക. കാരണം തൊഴിലാളി ഷെയർ ഹോൾഡറാണ്. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയെ പ്രൊമോട്ട് ചെയ്തത് റിലയൻസ് ആണ്. ഈ റിലയൻസിന്റെ കീഴിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഒരാൾക്ക് 200 രൂപയിൽ കൂടുതൽ ശമ്പളം തന്നില്ല. ഷെയർ പിന്നല്ലേ. ഇവിടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്ക.
അതായത് ടാറ്റ, ബിർള അവരുടെയൊക്കെ കമ്പനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ ഏക സിവിൽ കോഡിന് മുമ്പ് നടപ്പിലാക്കേണ്ടതാ, ഭരണഘടനയിലുള്ളതാ. എന്ത് വേണം? അവർക്ക് അതാത് കമ്പനികളിൽ ഉടമസ്ഥാവകാശം. കാരണം അവരുടെ തൊഴിലാണല്ലോ മുതലാളിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളിക്ക് ആ കമ്പനിയുടെ പ്രോഫിറ്റിൽ അവകാശമുണ്ടായിരിക്കും. ദിവസക്കൂലിയോ മാസക്കൂലിയോ പോരാ, PF കിട്ടിയാ പോരാ. അപ്പൊ എന്ത് വേണം? ഇയാളെങ്ങാനും മരിച്ചാല് ടാറ്റയെ പോലത്തെ ഒരു മുതലാളിയാവും ആര്? ഭാര്യ മക്കളും. ബെർളെ പോലത്തെ ബെർളക്ക് പറയാലോ, ബെർളയുടെ മക്കൾക്ക് പറയാം ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, ആർക്കും പറയാം. പറ കിട്ടണം, ആർക്കും പറയാം. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ലക്ഷോപലക്ഷം ഇന്ത്യക്കാർക്ക് പറയാം ഞങ്ങൾക്കും ഒരു കമ്പനിയുടെ വരുമാനമുണ്ട്. കാരണം ഇന്ത്യയിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലെ പ്രധാനപ്പെട്ട അനുച്ഛേദമാണ് യൂണിയൻ സിവിൽ കോഡിന് മുമ്പ് നടപ്പിലാക്കേണ്ടതാണ്. രാജ്യത്തെ കമ്പനികളിൽ തൊഴിലാളികൾക്ക് ഉടമസ്ഥാവകാശം. അപ്പോൾ തൊഴിലാളി മുതലാളിയുടെ കേവലം തൊഴിലാളിയല്ല, തൊഴിലാളി മുതലാളിയെ പോലെ ഷെയർ ഹോൾഡറാണ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മളെ ചായ റാട്ടകളൊക്കെ. അവാ ഇതറിഞ്ഞിരുന്നെങ്കിൽ തന്നെ നേരത്തെ നിങ്ങൾ വരുന്നാന്ന് തോന്നുന്നത്. നിങ്ങൾ ഇരുത്തം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതല്ലേ ഇവിടെ നടപ്പിലാക്കേണ്ടത്. കാരണം ഇന്ത്യയുടെ ബേസ് സോഷ്യലിസമാണ്. ശുദ്ധ ബ്രാഹ്മണനായി ജനിച്ച ഇന്ത്യ അങ്ങനെയാണ്. ഇന്ത്യ ഒരു മതത്തിൻ്റെതല്ല. എങ്ങനെ ഒരു മതത്തിൻ്റെതാകും? ജന്മത്തിൽ ശുദ്ധ ബ്രാഹ്മണനും ജീവിതത്തിൽ മതം ഇല്ലാത്ത ആളുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഒരു മതത്തിനും ഒരു ദൈവത്തിനും വിശ്വാസമല്ല. അയാളാണ് 33 കോടി മതവിശ്വാസികളെ ഭരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. അയാൾക്ക് ഒരു മതത്തിന് വിശ്വാസമല്ല, ഒരു ദൈവത്തിന് വിശ്വാസമില്ല. ആർക്ക്? എന്താണ് നിങ്ങളോ ആലോചിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യത്തെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. അയാൾ ജനിക്കുമ്പോൾ ശുദ്ധ ബ്രാഹ്മണനാണ്. എന്നാൽ പ്രായപൂർത്തിയായിട്ട് അയാൾക്കൊരു മതത്തിനും വിശ്വാസമില്ല. ഒരമ്പലത്തിൽ ജീവിതത്തിൽ തൊഴാൻ പോയിട്ടില്ല നെഹ്റു. വിശ്വാസമില്ല. ഇന്ത്യ 27 കോടി ഹിന്ദുക്കളെ 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവരുടെയും 3.5 കോടി മുസ്ലിമീങ്ങളുടെയും അടക്കമുള്ള 33 കോടി മതവിശ്വാസികളെ ഭരിച്ചത് ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അതാണ് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യ ഒരാളുടേതുമല്ല. ഇന്ത്യ ഹിന്ദുവിന്റേതോ മുസ്ലിമിന്റേതോ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല, ഒന്നിരിക്കൽ സവർക്കർ അല്ലെങ്കിൽ ഗോഡ്സെ ഇവരെ പോലെയൊക്കെയുള്ള ആളുകളാണ് ഇന്ത്യയിൽ ഭരണാധികാരി. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു മതത്തിന്റെ രാജ്യമല്ല. ഇത് നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ്. ഇത് നന്മയുടെ രാജ്യമാണ്. ഇതെല്ലാവരെയും അംഗീകരിച്ച രാജ്യമാണ്. ഇതെല്ലാവർക്കും സാഹചര്യമൊരുക്കിയ രാജ്യമാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് അതൊന്നും പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല. ഈ രാജ്യം ലോകത്തെ മാതൃകാപരമായ ഒരു രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും അവകാശം, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവകാശം. എന്നാൽ ഈ അവകാശം, മൗലികാവകാശം, അതാണ് പ്രധാനം. മൗലികാവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരിക്കലും, എന്തുകൊണ്ട് രാജീവ് ഗാന്ധി ബീഗം ഷാബാനു കേസിൽ ഇസ്ലാമിക ശരീഅത്തിന് അനുകൂലമായി വിധിച്ചു? ഭരണാധികാരിയുടെ ബാധ്യത ഭരണഘടനയെ സംരക്ഷിക്കൽ. ഭരണഘടനയുടെ ഏറ്റവും മൗലികമായ കാര്യമാണ്. ഒരു മതത്തിന്റെ ആദർശം നടപ്പിൽ വരുത്താൻ ആ വിഭാഗത്തിന് അനുവാദം നൽകണം. അതാകട്ടെ മറ്റു വിഭാഗങ്ങളെ ബാധിക്കുകയുമില്ല. ഇത് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഏത് സമുദായത്തിലും ചില ആളുകൾ ഉണ്ടാകും. അവർ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെയുള്ള ചില സ്ത്രീകളുടെ താല്പര്യപ്രകാരം എന്നാണ്. സ്ത്രീകളും ഉണ്ടാകും, പുൽമാരും ഉണ്ടാകും. ഏകദേശം 20 കോടിയോളമുള്ള മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളായ മുസ്ലിം അല്ലാത്ത ആളുകൾ ഉണ്ടാവും. ഉദാഹരണം ഹമീദ് ചേന്നമംഗലൂരിനെ പോലെ. അയാൾ ചോദിച്ചപ്പെടുന്ന കാര്യം നടത്താൻ പറ്റുമോ? അല്ല.
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായമാണോ ഹിന്ദു കോഡിൽ പരിഗണിച്ചത്? അയാൾക്ക് മതത്തിൽ വിശ്വാസമല്ലല്ലോ. പേരുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇവിടെ മതപണ്ഡിതന്മാരുണ്ട്. ആ മതപണ്ഡിതന്മാരോട് ചോദിച്ചാണ് അതാത് കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ഇവിടുത്തെ മതകീയ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. 20 കോടിയോളം മുസ്ലിം നാമധാരികളുള്ള രാജ്യമാണ് ഇന്ന് ഇന്ത്യ. അതിൽ പല താല്പര്യക്കാരുണ്ടാവും, പല പല ഉദ്ദേശക്കാരുണ്ടാവും. മതത്തിൽ വിശ്വാസമില്ലാത്ത, മതത്തിന്റെ മേലങ്കി അണിഞ്ഞവരുണ്ടായിരിക്കും. പലരുണ്ടല്ലോ. എന്റെ നാട്ടിലുണ്ട്, എന്റെ നാട്ടിൽ പോലും ഉണ്ട്. സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ പള്ളിയുടെ പുറത്തെ ടെണ്ടിൽ വന്നിരുന്ന ആള് എന്റെ നാട്ടിലുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്റെ നാട്ടിലുണ്ട്. അല്ല, നിങ്ങൾ തലമുണ്ടാക്കിയിട്ട് ആലോചിക്കേണ്ട ആരായിരിക്കും എന്ന്. അങ്ങനെ ഉണ്ട്, എന്റെ നാട്ടിലുണ്ട്. പേര് മുത്തുനബിയുടെ പേരാ. മുത്തുനബിയുടെ പേരായതുകൊണ്ട് ആള് മുസ്ലിം ആവും? അല്ല. അയാളോട് ചോദിച്ചിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക കാര്യം തീരുമാനിക്കാൻ പറ്റുമോ? ഞാൻ കുറ്റവും കുറവും പറയല്ല. അതൊക്കെ മനുഷ്യന്റെ ചോയ്സാണ്, മനുഷ്യന്റെ ചോയ്സാണ്. ആ താല്പര്യം പോലെ മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും അവകാശമുണ്ട്. അത് അവന്റെ ചോയ്സാണ്. അതിലിവിടെ യാതൊരു പ്രശ്നമില്ല. ഇസ്ലാമിനെ എല്ലാവരും ഇസ്ലാമിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ച ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും മുസ്ലിമായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ ഏതോ ആളുടെ താല്പര്യപ്രകാരമല്ല പ്രധാനമന്ത്രി പറയേണ്ടത്. ഇവിടെ ആ മതം അറിയുന്ന ആളുകളുണ്ട്, ഭരണാധികാരികൾ. അവരെ മനസ്സിലാക്കണം. ഹിന്ദുവിനെ മനസ്സിലാക്കേണ്ടത് ഹിന്ദുത്വം മനസ്സിലാക്കിയ സന്യാസിമാർ, ഹൈന്ദവ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, എത്രയെത്ര ആളുകളുണ്ട്. അവരോട് അന്വേഷിച്ചാണ് ഹിന്ദുവിനെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മതം എന്ന് പറഞ്ഞ മതത്തിൽ പല താല്പര്യക്കാരായ ആളുകൾ കാലഘട്ടത്തിൽ വരും. അവർക്കൊക്കെ പല ജാതി ഉദ്ദേശവും ഉണ്ടായിരിക്കും. അതൊന്നും ഒരു സമൂഹത്തിന് മുന്നിൽ പറയാൻ പാടില്ലാത്തതാണ്. പ്രധാനമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ അത് പ്രതീക്ഷിക്കാത്തതാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ രാജ്യം നന്മയുടെ ഒരു രാജ്യമാണ്. ഇത് പരസ്പര സഹകരണത്തിന്റെ രാജ്യമാണ്. ഇത് ഈ ലോകത്തെ ഉദാഹരണമായ ഒരു രാജ്യമാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതുകൂടി പറയാതെ നിങ്ങളാരും പിരിഞ്ഞു പോകരുത്. അത് കൃത്യമായി എനിക്ക് നിങ്ങളോട് പറയുകയും വേണം. ഇതിൽ ചില താല്പര്യക്കാരുണ്ട്. ആ താല്പര്യക്കാരെ നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്താണ് ഇവിടെ ഇതിന്റെ പിന്നിലൊക്കെയുള്ള താല്പര്യങ്ങൾ? ഒന്ന്, ഇഷ്യൂസുകൾ മുസ്ലിം സമുദായത്തിന്റെ പിന്നിൽ ഇട്ടിട്ട് മുസ്ലിം സമുദായത്തെ നിരാശരാക്കുക എന്നൊരു താല്പര്യം ഇപ്പോൾ ചില ആളുകൾക്കും പ്രധാനമന്ത്രിയുടെ ചില ഉപദേഷ്ടാക്കൾക്കും ഇവിടുത്തെ പ്രസ്സിന് പോലും ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതാ വലിയ വിഷയം. അല്ലാതെ എല്ലാ ജനതയിലും സമുദ്ധാരണം നടന്നു. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഹൈന്ദവതയിൽ ആദിവാസി ഗോത്ര സമൂഹങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വമുള്ളത്. 15.25%. അപ്പോൾ സമുദ്രം നടക്കേണ്ടത് അവരിലാണ്. മുസ്ലിമീങ്ങൾ ആരെക്കാളും, ബുദ്ധിസ്റ്റിനെക്കാളും ജൈനനെക്കാളും സവർണ ഹിന്ദുവിനേക്കാളും, സവർണ ഹിന്ദുവിൽ ബഹുഭാര്യത്വം 5.8%. മുസ്ലിമീങ്ങളിൽ 5.7%. ഏറ്റവും കുറഞ്ഞവരാണ് മുസ്ലിമീങ്ങൾ. സമുദ്ധാരണം ഇവിടെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നർത്ഥം. അതൊന്നുമല്ല. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഇത് വെച്ച് കെട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അടുത്ത കാലഘട്ടത്തിൽ ഒരു പ്രസിന്റെ, പ്രത്യേകിച്ച് ചില ബുദ്ധിമാന്മാരായി ചെറിയുന്ന ആളുകളുടെ ഒരു പ്രസ് സിൻഡിക്കേറ്റ്, ഇസ്ലാമിക ഒരു ആന്റി ഇസ്ലാമിക് പ്രസ് സിൻഡിക്കേറ്റ് അടുത്ത കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രസ്സാണ് സത്യത്തിൽ, പ്രസ്സും ആ പ്രസ്സിന്റെ ചില പ്രൊമോട്ടർമാരുമാണ് പ്രധാനമന്ത്രിയുടെ അഡ്വൈസർമാർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രിയെ ക്ലീനായി ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുന്നതിന്റെ പിന്നിൽ ഇസ്രായേലിന് പോലും ബന്ധമുണ്ട്. BJPക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല.
ഇസ്രായേലിന്റെ ഒരു സ്വഭാവമുണ്ട്, അവർക്ക് മുസ്ലിങ്ങളെ ഖുർആൻ അറിയും. ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, എന്ത്? മുസ്ലിമീങ്ങൾക്ക് നിരാശ ബാധിക്കാൻ പാടില്ല. ഇന്ന് അസർ ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഹറാമേ വരുള്ളൂ. നിരാശ വന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇസ്ലാം എന്ന് പുറത്തുപോയാൽ അള്ളാന്റെ സഹായം ഉണ്ടാവുകയില്ല. മുസ്ലിങ്ങളെ മുസ്ലിം അല്ലാതാക്കുക, അതായത് അടിക്കടി ഇഷ്യൂസ് തലയെ കയറ്റുക. പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഒരു ധാരണ, നേതൃത്വത്തെയും ഒന്നിനും കൊള്ളൂല, നമ്മളെയും ഒന്നിനും കൊള്ളൂല. അതായത് അടിക്കടി ഇഷ്യൂസ് ഇങ്ങനെ കൊണ്ടുവരിക, അതായത് വീര്യം കിട്ടുക. വീര്യം കിട്ടാൽ ഇസ്ലാം എന്നോർത്ത് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ കണ്ണെടുത്തിട്ട് ഇങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇയാൾ വന്നിട്ട് ഇപ്പൊ പുതിയ പുതിയ ഫത്വ ഇറക്കണമെന്ന് നിങ്ങൾ തോന്നണ്ട. ഞാൻ പറഞ്ഞതിനെ തെളിവ് പറയാതെ ഞാൻ പോവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിരാശവരമല്ല, നിരാശവനാ കഫറ, ഇസ്ലാം പുറത്തു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ولا تيأسوا من روح الله إنه من روح الله إلا القوم الكافرون. സൂറത്ത് യൂസുഫ്. വളരെ ചിന്തിക്കണം. ഈ അടുത്ത കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ പ്രസ് ലോബി, റോയിട്ടർ ആയാലും ആരായാലും ആരും, റോയിട്ടർ അടക്കം എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിരാശ ഉണ്ടാക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന്റെ ബേസിക് മാസ് ജൂതന്മാരായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നോട് ജൂതന്മാർക്ക് മുസ്ലിങ്ങളെ പോലെ ഖുർആൻ അറിയും. എന്താ ഈ രംഗം? ഞാൻ ആ രംഗം പറയാം, നീട്ടി പറയണ്ട, ഞാൻ ആ രംഗം പറയാം. 40 വർഷം മുമ്പ് യാക്കോബിന് സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയി, അലൈഹിസ്സലാം. മകനെ ആടുമേക്കാൻ കൊണ്ടുവന്ന മറ്റു മക്കൾ അവസാനം വൈകുന്നേരം ഒരു ചോരയുള്ള കുപ്പായം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ ചെന്നായ കടിച്ചു തിന്നു എന്ന് പറഞ്ഞു. എത്ര കൊല്ലം മുമ്പ്? ബിഫോർ 40 years. എത്ര കൊല്ലം മുമ്പ് പറ? 40 കൊല്ലം മുമ്പ് യാക്കൂബ്, സയ്യിദുന യാക്കൂബ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞാളാ, അലൈഹിസ്സലാം എന്ന് പറഞ്ഞാളാ. തണുപ്പിലിരിക്കണ്ട, പഴയ തണുപ്പൊന്നും ഇപ്പൊ കൂടല്ലൂരില്ല, കൂടുതൽ ചൂടായിട്ടുണ്ട്. ഇന്ന് അലൈഹിസ്സലാം എന്ന് ഓർക്കണം പറഞ്ഞാളാ സയ്യിദുന യാക്കൂബ്. ബിഫോർ 40 years, 40 കൊല്ലം മുമ്പ് ഒരിക്കൽ യാക്കൂബിൽ നിന്ന് സമ്മതം വാങ്ങിക്കൊണ്ടുപോയ മകനെ വൈകുന്നേരം മറ്റു മക്കൾ ചോര പുരണ്ട കുപ്പായം കൊണ്ടുവന്ന് പറഞ്ഞു, പൊന്നുമോനെ ചെന്നായ കടിച്ചു കൊന്നു. അന്ന് മുതൽ കരഞ്ഞു തുടങ്ങിയതാണ് സയ്യിദുന യാക്കൂബ്. നിരാശയല്ല, റഹ്മത്ത്, കരുണ. ആരോടുള്ള? യൂസുഫിനോട് കരുണ. 40 കൊല്ലം കഴിഞ്ഞിട്ട് റേഷൻ വാങ്ങാൻ വേണ്ടി 10 മക്കളോട് കൂടെ 12ാമത്തെ മകനെയും അയച്ചു. യൂസുഫ് 11ാമത്തെ മകനാണ്, ബിന്യാമീൻ 12ാമത്തെ മകനാണ്. അപ്പോഴത്തിന് യൂസുഫ് നഷ്ടപ്പെട്ടു പോയിട്ട് 40 കൊല്ലം കഴിഞ്ഞുപോയി. 10 മക്കൾ ഈജിപ്തിലേക്ക് റേഷന് പോയി റേഷൻ കൊണ്ടുവന്നു. അടുത്ത തവണ റേഷന് വരണമെങ്കിൽ നിങ്ങളെ കൊച്ചനുജനെയും കൊണ്ടുപോവാ എന്ന് രാജാവ് പറയുകയും ചെയ്തു. അപ്പോൾ റേഷൻ വാങ്ങൽ നിർബന്ധം, അനുജനെ കൊണ്ടുവന്ന് നിർബന്ധം. ബാപ്പയാണെങ്കിലോ ഇവരോടുകൂടെ അനുജനോട്ട് അയക്കുകയില്ല. കാരണം മുമ്പ് ഇവന്റെ ചേട്ടനെ കൊണ്ടുപോയിട്ട് കൊന്നോരാണിവര്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്തായാലും അയക്കൂല, വാശി പിടിച്ച്. അവസാനം മക്കൾ പറഞ്ഞു, ഒപ്പ നമ്മൾ മാത്രമാണെങ്കിൽ പട്ടിണി കിടക്ക, ഇപ്പൊ ഞങ്ങളൊക്കെ പെണ്ണെട്ടി മക്കൾ ഇഷ്ടം പോലെ ഉണ്ടായി, ഇവരൊന്നും പട്ടിണി കിടക്കൂല, ഇപ്പൊ വാശി പിടിക്കരുത്, രാജാവ് റേഷൻ തരൂല, ഞങ്ങൾ ഇങ്ങനെ തന്നെ തിരിച്ചെത്തിക്ക. അവസാനം 12ാമത്തെ മകൻ ബിന്യാമിനെയും 10 ആളോടുകൂടെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചു. ഈജിപ്തിലെത്തിയപ്പോൾ ഒരു അളവ് പാത്രത്തിന്റെ പ്രശ്നത്തിൽ അറസ്റ്റിലായി. ആര്? ബിന്യാമീൻ. അറിയാലോ. അപ്പോൾ ഒപ്പിട്ട് വന്ന മൂത്ത മകൻ യഹൂദ ഈജിപ്തിൽ തന്നെ നിന്നു. ഞാൻ ഉപ്പായോട് 2ാമത്തെ
വാക്ക് പറഞ്ഞതാ. അന്ന് യൂസുഫിന്റെ കാര്യത്തിൽ കരാർ ചെയ്തു, പാലിക്കാൻ കഴിഞ്ഞില്ല. ബെന്യാമിന്റെ കാര്യത്തിൽ ഇപ്പോൾ കരാർ ഒപ്പിട്ടു, അതും ഇവിടെ പാലിക്കാൻ കഴിയുന്നില്ല. ബെന്യാമിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ബെന്യാമിന്റെ തന്നെ കാരണത്താൽ അറസ്റ്റിലായി. എനിക്ക് ഉപ്പായയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മൂത്ത മകനായ യഹൂദ അവിടെ നിന്നു. ബാക്കിയുള്ള 9 മക്കൾ റേഷനും കൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ കുറച്ച് കരഞ്ഞു. ഇപ്പോൾ എത്ര മക്കൾ പോയി? യൂസുഫ് പോയി, പിന്നെ ബെന്യാമിൻ പോയി. ഇവരെ ഇനി തിരിച്ചു വന്നാൽ, ബെന്യാമിൻ തിരിച്ചു വന്നാൽ അല്ലാതെ ഞാനിനി തിരിച്ചില്ല എന്ന് പറഞ്ഞ് യഹൂദ അവിടെ നിന്നു. അപ്പോൾ പൊട്ടിക്കരഞ്ഞു സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാം. ആ കരച്ചിലിനിടയിൽ യാക്കൂബ് പറയുന്ന വാക്കാണ് ഞാൻ ഈ ഓടിയത്. യാ ബനീ യാ ബനീ ബനീ യാ ബനീ യാ ബനീ യദ്ഹബു യാ ബനീ യദ്ഹബു ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖി വലാ തയഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യാ ബനിയ, മക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കൽ. ഇദ്ഹബു, തിരിച്ചു പോ, എല്ലാം പോ. ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ, നിങ്ങൾ ബെന്യാമീനെ മാത്രം അന്വേഷിച്ചാൽ പോരാ, യൂസുഫിനെയും അന്വേഷിക്കണം. അപ്പോൾ യൂസുഫ് നഷ്ടപ്പെട്ട് എത്ര കൊല്ലം കഴിഞ്ഞ്? 40 കൊല്ലം കഴിഞ്ഞ്. എന്നിട്ട് പറഞ്ഞേ, ഇവർ പറഞ്ഞു ഉപ്പ പിച്ചും പേയും പറയരുത്. യൂസുഫ് പോയിട്ട് എത്ര കൊല്ലായി? 40. കിട്ടൂല. അപ്പോൾ പറഞ്ഞു ലാ തയഅസു മിൻ റൗഹില്ലാഹ്, ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വരാൻ പാടില്ല, അന്വേഷിക്കണം. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, ഒരു മുസ്ലിം സമുദായം അവർക്ക് നിരാശ ബാധിക്കുമ്പോൾ മാത്രമാണ് കാഫിറായി തീരുക. സൂറത്ത് യൂസുഫ്. ഇതായിരിക്കണം മൂല്യമാര് ചോദിച്ചു. ഞാൻ മാത്രമല്ലല്ലോ, ഒരുപാട് കാലം ഗൂഡല്ലൂർ കാളിയായ ബാക്കർ ഉസ്താദാണ് ഇരിക്കുന്നത്. ചോദിക്കും, പറയുന്നുണ്ട്, ചോദിക്കും, ചിന്തിക്ക്. മുസ്ലിം സമുദായം ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. മുസ്ലിം സമുദായത്തിൽ നിരാശ വരും. നിരാശ വന്ന് പോയാൽ അവർ മുസ്ലിം അല്ലാതെയോ. ഒരു മുസ്ലിം ജനത ഇന്ന് അസർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവൂല. അസർ നിസ്കരിക്കാത്ത കുറ്റുണ്ടാവും. ഇന്ന് ളുഹർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ളുഹർ കാഫിറാവൂല. അങ്ങനെ തന്നെയല്ലേ ഉസ്താദ്മാരെ? ഇന്ന് ളുഹർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവൂല. ളുഹറിനെ നിഷേധിച്ചാലേ കാഫിറാവുള്ളൂ. ളുഹർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവൂല. നിസ്കരിക്കാത്ത കുറ്റുണ്ടാവും, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, ഒരു ജനതക്ക് നിരാശ വന്നു പോയാൽ ആ ജനത, ആ മുസ്ലിം സമുദായം അതേ സെക്കൻഡിൽ കാഫിറായി. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി അവിടെ റാസി പറയുന്നുണ്ട്. 1 മണിക്കൂർ വിശദീകരിച്ച് പറയുന്ന വിഷയം അവിടെ ഇമാം റാസി മനോഹരമായ വ്യാഖ്യാനം അവിടെ റാസി മനോഹരം വിശദീകരിക്കുന്നു. അത് പറയാൻ അവിടെ നേരല്ല. അപ്പോൾ ജൂതന്മാർ റോയിട്ടറായാലും PTA ആയാലും പെൻഡഗനായാലും ഇപ്പോൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഇസ്ലാമിക് മാസിൽ പരമാവധി നിരാശ ഉണ്ടാകും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി 100 കൊല്ലത്തോളം കേരളത്തിൽ ഏറ്റവും മനോഹരമായി പത്രപ്രവർത്തനം നടത്തിയ ഒരു പത്രമാണല്ലോ മാതൃഭൂമി. ആ മാതൃഭൂമിയല്ലേ ഒരിക്കലും സ്വപ്നത്തിലല്ലേ അടിച്ചത് മുസ്ലിമീങ്ങളെ ഈ കഴിഞ്ഞ വർഷം? എന്തിനങ്ങനെ ചെയ്തു? വിളിച്ചു മാറ്റി അടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതിൽ സമാധാനം ഉണ്ടായിരുന്നു. മാതൃഭൂമി അത് പ്രതീക്ഷിച്ചില്ല. അത് ഓർഗനൈസർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചിരുന്നു. കാരണം ഓർഗനൈസർ 1925 RSS ഉണ്ടായപ്പോൾ അക്കാലം മുതലേ RSSന്റെ ഏറ്റവും വലിയ ബൗദ്ധിക സമൂഹം സ്വപ്നം മെനഞ്ഞുണ്ടാക്കിയതാണ് പിന്നീട് ഓർഗനൈസർ. RSSന്റെ മുഖപത്രമാണ് ഓർഗനൈസറാണ് അത് ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായക്കാരില്ല. മാതൃഭൂമിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. മാതൃഭൂമി ആരാ? വലിയ വലിയ മനുഷ്യന്മാരല്ലേ അവിടെ ഇരുന്നത്? KP കേശവമേനോനെ പോലെ എന്തൊരു വലിയ മതേതരവാദിയായിരുന്നു അയാൾ. ND കൃഷ്ണവാര്യരെ പോലെ
ആഫ്രിക്കയിലെയും ഫലസ്തീനിലെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ള പാവപ്പെട്ട മർദ്ദിത ജനവിഭാഗങ്ങളെയും അവിടെയുള്ള വെള്ളപ്പട്ടാളം കശാപ്പ് ചെയ്യുകയും കൊല്ലുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് തിരിച്ചു വന്നു NV 1989 മലയാളത്തെ ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരായ മലയാള പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു NV കൃഷ്ണമാര്യർ. 1989 ഫലസ്തീനിൽ പോയി, ആഫ്രിക്കയിൽ പോയി തിരിച്ചു വന്നു. എന്നിട്ട് 4 വരി കവിത എഴുതി. ആ കവിതയാകും ഞാനൊരു പക്ഷേ എന്റെ ആയുസ്സിൽ കണ്ട ഏറ്റവും മനോഹരമായ കവിത. ഈ 4 കവിതയാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ജൂതന്മാർ നായാട്ട് നടത്തുന്നത് കാണുകയും പ്ലൂട്ടോണിയൻ ഭരണകൂടം പാവപ്പെട്ട ആഫ്രിക്കക്കാരെ നിഷ്ഠുരമായി കശാപ്പ് ചെയ്യുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ തിരിച്ചു വന്ന് ഫലസ്തീനിലെയും പ്ലൂട്ടോറിയൻ ഭരണകൂടത്തിന്റെയും തോന്നിയാസം കണ്ട് തിരിച്ചു വന്നപ്പോൾ NV കൃഷ്ണവാര്യർ മാതൃഭൂമിയിൽ എഴുതിയതായ 4 വരി കവിതയുണ്ട്. എന്തൊരു ജീവൻ! എങ്ങോ മർത്യനോ ചെങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊണ്ടേടുകയാ, നിങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു. എങ്ങോ മർദ്ദനോ ചെങ്ങല കൈകളിൽ അങ്ങൻ കൈകളും കൊണ്ടേടുകയാ, നിങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു. ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ ഇസ്രായേലി പട്ടാളൻ ആമം വെച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവർ എന്നെയാണ് ആമം വെച്ചതെന്നാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ ഇസ്രായേലിയർ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവർ അടിക്കുന്നത് എന്നെ തന്നെയാണെന്നാണ്. അങ്ങനെ എഴുതിയ NV ഇരുന്ന കസേരയിൽ നിന്നാണ് പിന്നീട് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എന്താ കാര്യം? എല്ലാവരും റോയിത്തറിന്റെയും പെന്റഗന്റെയും PTIയുടെയും പിന്നാലെ പോകുന്ന ഒരു ത്വര ഇവിടുത്തെ ഒരു പ്രസിഡന്റിക്കേറ്റ് രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണം. രണ്ടാമതായി അവരുടെ ഉദ്ദേശം മുസ്ലിമീങ്ങളിൽ നിന്ന് ഭീകരവാദികളെ ഉണ്ടാക്കുക. കാരണം ഒരു സൊസൈറ്റിയിൽ നിരാശ കൊണ്ടുപോയാൽ ആ സൊസൈറ്റികളിൽ തീവ്രവാദികൾ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ നിങ്ങൾ വെറുതെ മനപ്പായസം ഉണ്ണണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ ഇവിടുത്തെ ഉലമാക്കളും ഉമറാക്കളും ഈ ഉമ്മത്തിനെ ഭരിക്കുന്ന കാലത്തോളം ഇവിടെ തീവ്രവാദികൾ ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കൂല. അത് സമ്മതിക്കൂല. നിങ്ങളെ ഉദ്ദേശം ഇവിടെ ഒരു സിറിയാക്കലാണെങ്കിൽ ഇവിടെ ഒരു ഇറാഖിനെ അവതരിപ്പിക്കലാണ് ഉദ്ദേശം. നടക്കൂല. ഞങ്ങൾ ഇന്ത്യൻ നാനാത്വത്തിൽ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത്തിന്റെ മുഖ്യധാര അന്ത്യനാൾ വരെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഞങ്ങൾക്ക് പാകിസ്ഥാനേക്കാൾ താല്പര്യം ഇന്ത്യയിലെ ധർമാധിഷ്ഠിതനായ ഹിന്ദുവിനോടാണ്. ഇന്ത്യയെ സാധാരണ ഇന്ത്യക്കാരനെ ചൊറിയുന്ന പാകിസ്ഥാനി സർക്കാരിനോട് ഞങ്ങൾക്ക് ഒരാഭിമുഖ്യവുമില്ല. ബഹുമാനപ്പെട്ട മദ്രാസിൽ നിന്ന് വന്ന ഇന്ത്യൻ ഇസ്ലാമിക സൊസൈറ്റിയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മഹാനായ നേതാവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സത്താർ സേട്ടുവിനോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സത്താർ സേട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കാര്യത്തിൽ ഇടപെട്ടപ്പോ മഹാനായ ഖായിദെ മില്ലത്ത് വിളിച്ചു പറഞ്ഞു, സത്താർ സേട്ട് നിങ്ങൾ പാകിസ്ഥാനികളാണ്, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കാര്യത്തിൽ മേലാൽ നിങ്ങൾ ഇടപെടരുത്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഞങ്ങൾ ഒന്നാണ്. ഇന്നലെ വരെ ഇന്നും ഒന്നാണ്, നാളെയും ഒന്നാണ്. BJPയും ഹിന്ദുവും ഒന്നല്ല. BJP വേറെ, ഹിന്ദു വേറെ. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ താല്പര്യം അധികാരമാണ്. അവർക്ക് ഹിന്ദുയിസത്തിൽ പോലും വിശ്വാസം ഉണ്ടാവില്ല. ഹിന്ദു അങ്ങനെയല്ല. ഹിന്ദു സനാതന ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ജനതയാണ്. ആ ജനത വേറെയാണ്. നിങ്ങൾ BJP ഹിന്ദുവാണെന്ന് ധരിക്കരുത്. ഹിന്ദു വേറെയാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ കൃഷ്ണന്റെ അനുയായികളാണ് അവർ. പാർത്ഥസാരഥി, പാർത്ഥൻ അർജുനൻ, പാർത്ഥസാരഥി പാർത്ഥന്റെ ഡ്രൈവർ, പാർത്ഥന്റെ തേര് തെളിച്ചാൽ പാർത്ഥൻ അർജുനൻ, പാർത്ഥസാരഥി കൃഷ്ണൻ. ധർമ്മോപദേശം നടത്തിയതാണ് ഗീത. 700-ലേറെ ശ്ലോകങ്ങളായി 5420 കൊല്ലം മുമ്പാണ് ഗീത നിലവിൽ വന്നത് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ചിന്തിക്ക്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും
ഹിന്ദു മുസ്ലിമിനെതിരല്ല. ഇന്ത്യ രാജ്യത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനിപ്പിക്കുന്നു, സ്വഹാബികൾ വന്നു കയ്യും കാട്ടി സ്വീകരിച്ചത് ഹിന്ദുക്കളാണ്. അവർക്ക് സ്വീകരിക്കാനേ അറിയൂ, അവർ നല്ലവരാണ്. അന്ന് ഇന്ന് എന്നും 10ഓളം പള്ളികൾ ഇവിടെ സ്വഹാബികൾ കയറ്റി, പള്ളികൾക്കെല്ലാം സ്ഥലം വെറുതെ കൊടുത്തത് ഹിന്ദുക്കളാണ്. കേരളത്തിൽ മാത്രം എല്ലായിടത്തും 1921 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അബ്ദുൽ ഖാദർ ഖസൂരിയും ഒരു സംഘം ആളുകളും കോഴിക്കോട്ടെ ഒരു യത്തീംഖാന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ യത്തീംഖാന JDT ആണ്. ഇന്ത്യയിലെ അവിഭക്ത ഇന്ത്യയിലെ ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ് എല്ലാം അടങ്ങുന്ന അവിഭക്ത ഇന്ത്യയിലെ ആദ്യത്തെ യത്തീംഖാന കോഴിക്കോട്ടെ JDT ആണ്. 1921 ബ്രിട്ടീഷുകാർ നരനായാട്ട് നടത്തിയ മണ്ണിലേക്ക് അബ്ദുൽ ഖാദർ ഖസൂരി വന്നു, ലാഹോറുകാരൻ അഥവാ അന്നത്തെ ഇന്ത്യക്കാരൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ചേർന്നു യത്തീംഖാന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ഒരു അനാഥാലയം, ഒരു ഇസ്ലാമിക അനാഥാലയം ഭൂമി കണ്ടുപിടിച്ചു. വെള്ളിമാട് കുന്നിന്റെ പരിസരത്ത് വിശാലമായി ഏക്കർ കണക്കിൽ നീണ്ടു കിടക്കുന്ന 100ഓളം ഏക്കർ നീണ്ടു കിടക്കുന്ന ഭൂമി കണ്ടുപിടിച്ചു. അന്വേഷിച്ചപ്പോൾ അത് അക്കാലത്തെ സാമൂതിരി രാജായുടേതാണ്. അധികാരമൊന്നുമില്ലെങ്കിലും സാമൂതിരി രാജ തന്നെയാണ്. ഏകദേശം ഭൂസ്വത്ത് അവരുടെ കയ്യിലാണ്. അങ്ങനെ ഇവർ ഒന്നിച്ച് നേരെ സാമൂതിരി രാജയുടെ കയ്യിൽ അടുത്തുപോയി. പ്രഭോ, ഞങ്ങൾക്കൊരു ഇസ്ലാമിക അനാഥാലയം ഉണ്ടാക്കണം. ഭൂമി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വില അങ്ങ് നിശ്ചയിച്ചു തന്നാൽ വില ഞങ്ങൾ തരും. അങ്ങ് മനസ്സരിവുണ്ടാവണം, ആ ഭൂമി ഞങ്ങൾക്ക് വിലക്ക് തരൂ, ഞങ്ങൾ ആ ഭൂമി എടുക്കാം, ഞങ്ങൾ അവിടെ ഇസ്ലാമിക അനാഥാലയം ഉണ്ടാക്കും. അപ്പോൾ കാര്യസ്ഥനെ വിട്ടു. ഏതാണ് ഭൂമി എന്ന് അന്വേഷിച്ചു. സാമൂതിരി രാജാവ് ഭൂമി മനസ്സിലാക്കി. പിന്നെ പറഞ്ഞു, ഒരു മുഹമ്മദീയ ധർമ്മസ്ഥാപനത്തിന് ഞാൻ വില വാങ്ങിയാൽ ദൈവകോപം ഉണ്ടാകും, നിങ്ങൾ എടുത്തോളൂ. അതായത് സ്വഹാബികളുടെ കാലത്ത് മാത്രമല്ല, 921 100 കൊല്ലം കഴിഞ്ഞിട്ടില്ല. അപ്പോ അബ്ദുൽ ഖാദർ ഖസൂരിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞങ്ങൾ പണം തരാം, പണം കൊണ്ട് വന്നതാണ്. അപ്പോൾ പറഞ്ഞു, വേണ്ട, പണം വേണ്ട, ഒരു മുഹമ്മദീയ ധർമ്മസ്ഥാപനം ഉണ്ടാക്കാൻ ഭൂമി തന്നിട്ട് വില വാങ്ങിയാൽ ദൈവകോപം ഉണ്ടാവും. ആര് പറഞ്ഞ്? ഹിന്ദുവായ ഫണ്ടമെന്റലിസ്റ്റ് ഹിന്ദുവായ സാമൂതിരി പറഞ്ഞു. രാവിലെ 16 ദൈവങ്ങളെ തൊഴാതെ പൂജാമുറി നിറങ്ങാത്ത ഹിന്ദുവായ ഫണ്ടമെന്റലിസ്റ്റ് ഹിന്ദുവായ സാമൂതിരി രാജാവ് 1921 പറഞ്ഞു. എനിക്ക് തോന്നും പള്ളിയുടെ അടുത്ത് 3 സെന്റിൽ നിൽക്കുന്ന പള്ളിയുടെ തൊട്ടടുത്ത് 2 സെന്റ് കൂടെ കൊടുക്കാൻ ഒരു മാപ്പിളയോട് ആവശ്യപ്പെട്ടാൽ അവൻ ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെങ്കിലും തരില്ല എന്ന് പറയും. പൈസ തരില്ല. ഈ ഹിന്ദു ഇവിടെ BJP ആണെന്ന് വിചാരിക്കണ്ട. ഹിന്ദു വേറെ, BJP വേറെ. ഹിന്ദുവിനെ കൂട്ടത്തിലെണ്ണരുത്. ഹിന്ദു രാജ്യത്തെ നന്മയുടെ പ്രതീകമായ സമൂഹമാണ്. സനാതന ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവരാ. തർക്കിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഹിന്ദു സാമൂതിരി രാജാവും തർക്കിച്ചു. സാമൂതിരി രാജാവ് പറഞ്ഞു, ഇന്റെ ഭൂമി എടുത്തോളൂ, നിങ്ങൾ വെറുതെ എടുത്തോളൂ, ഞാൻ എഴുതിത്തരാ, ധർമ്മസ്ഥാപനം ഉണ്ടാക്കോളൂ. ഇവർ പറഞ്ഞു, ഞങ്ങൾ വില തരാം. തർക്കിച്ച് അവസാനം സാമൂതിരി തോറ്റു. സാമൂതിരി പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു. വില വാങ്ങാം, രൂപ കിടന്നോളൂ. 100 ഏക്കർ ഭൂമിക്ക് ₹1. അടിയാധാരം പരിശോധിച്ച് നോക്കി. JDT പോയിട്ട് കുഞ്ഞോമ്മതിന്റെ അടുത്ത് അടിയാധാരം വാങ്ങി നോക്കി. റാമത്തുള്ള നോക്കിയിട്ട് പറയാ, തോന്നിയത് പറയല്ല, അടിയാധാരം നോക്കി പറയാ. ₹1 100ഓളം ഏക്കറാണ് കൊടുത്തു. 969 ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതിൽപ്പെട്ട ഒരുപാട് ഭൂമി മാപ്പിളാര് മണങ്ങി. ഹിന്ദുവിനെങ്ങനെ കൂട്ടത്തിൽ കൂടുക? ഹിന്ദു വേറെ, BJP രണ്ടും രണ്ടാണ്. ഹിന്ദു സനാതന ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവരെ കൂടുതൽ കുറ്റം പറയാൻ പാടില്ല. അവർ ഈ കാര്യത്തിൽ സമൂഹത്തിന്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട്
ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിമാനും ഒന്നിച്ച് ജീവിച്ചു പോകണം. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, നാളെ അങ്ങനെയാവണം, എന്നും അങ്ങനെയാവണം. രാജ്യം ലോകത്തെ ഒരു പൂങ്കാവനമാണ്, നന്മയിൽ അധിഷ്ഠിതമായ ഒരു സൊസൈറ്റിയാണ്. ലോകത്തെ ഒരു രാജ്യത്ത് കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യം തകർന്നിട്ടേ ഉള്ളൂ. ഇന്ത്യയേക്കാൾ അനേക ഇരട്ടി വലുപ്പും കരുത്തും എല്ലാവിധ പ്രകൃതി സമ്പത്തുമുള്ള രാജ്യമായിരുന്നു USSR. കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കി, വംശീയ കലം ഉണ്ടായി, തകർന്ന് ഒരു നൂറ്റാണ്ട് ആ രാജ്യത്തിന് ലോകത്ത് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഈ രാജ്യം തകർന്ന് തരിപ്പണമാക്കാനുള്ള ശിഥിലീകരണ ശക്തികളുടെ താല്പര്യമായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ബുദ്ധിമാന്മാരായ ആളുകൾ, ചിന്തകന്മാർ, കരുത്തുള്ളവർ ഇന്നും രാജ്യത്തുണ്ട്. പ്രധാനമന്ത്രിയും ഭരിക്കുന്ന കക്ഷികളും കാര്യങ്ങളെ യഥോചിതം മനസ്സിലാക്കി രാജ്യം ഇന്ന് വരെ നിലനിന്ന നന്മ നിലനിർത്താൻ വേണ്ടി ഒന്നിച്ച് നമ്മളൊരു രാജ്യമാണ്, നമ്മൾ വിവിധങ്ങളായ ഭാഷകളും വിവിധങ്ങളായ സംസ്കാരങ്ങളും ഉണ്ടെങ്കിലും നാനാത്വത്തിൽ ഏകത്വമുള്ള ലോകത്തിന്റെ ഒരു പൂങ്കാവനമാണ്. അല്ലാഹു ഈ പൂങ്കാവനത്തെ നിലനിർത്തി തരട്ടെ. അല്ലാഹു ഈ സമരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. എല്ലാവരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശരീഫ് താരിമിയുണ്ടല്ലോ ഇവിടെ, കഴിഞ്ഞ മിനിഞ്ഞാന്ന് 2-ാം തീയതി ലക്ഷം ഒപ്പ്. അങ്ങനെ അപ്പോൾ പറഞ്ഞ് അതിൽ കക്ഷി നോക്കാതെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒപ്പ് വാങ്ങണം എന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു. അപ്പോൾ ആലിക്കുട്ടി മുസ്ലിയാർ ഇരിക്കുന്ന കസേരയിൽ നിന്ന്, ഓർമ്മല്ലേ, എണീറ്റ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, SYSന്റെ സ്റ്റേറ്റ് കൗൺസിൽ അടക്കം മിനിഞ്ഞാന്ന് 2-ാം തീയതി എണീറ്റ് വന്ന് നേരെ ഹൈദർ ഞങ്ങളുടെ സമ്മതം പറഞ്ഞ് നേരെ വീണ്ടും തിരിച്ചു വന്ന് മൈക്കിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മുസ്ലിം സംഘടന മുസ്ലിമീങ്ങളുടെ ഒപ്പ് മാത്രം വാങ്ങിയാൽ പോരാ, സമാന മനസ്കരായ രാജ്യത്തെ ലക്ഷോപലക്ഷം ഹിന്ദുക്കളും ഈ സമരത്തിൽ നമ്മുടെ കൂടെ നിൽക്കും, അവരുടെയും ഒപ്പ് വാങ്ങണം. ഇത് രാജ്യത്തിന്റെ മൊത്തം കാര്യമാണ്, മുസ്ലിമീങ്ങളായ നമ്മുടെ മാത്രം കാര്യമല്ല. ഇതാണ് ഞങ്ങളുടെ വീക്ഷണം, ഇതാണ് സമസ്തയുടെ വീക്ഷണം, ഇതാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി മിനിഞ്ഞാന്ന് പറഞ്ഞ വീക്ഷണം. അവിടെയാണ് സമസ്ത, അവിടെയാണ് സമസ്തയുടെ പണ്ഡിതന്മാർ, അവിടെയാണ് ഈ ഒരു സാഹചര്യം ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഞാൻ ഷാഫിഈ, ഞാൻ ഹനഫി, ഞാൻ മറ്റവൻ, ഇതൊന്നുമല്ല ഇവിടെ കണക്ക്. നമ്മളെല്ലാവരും ഇത് മുസ്ലിമീങ്ങളെ ബാധിക്കുന്നു, അല്ല നന്മ ഉദ്ദേശിക്കുന്ന സകല മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഒന്നിച്ചു നിന്ന് ഒത്തൊരുമിച്ച് എല്ലാവരും ഈ ധാർമ്മികമായ സമരത്തിൽ ജനാധിപത്യപരമായി പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു ഭീകരവാദി മുതലെടുക്കാൻ ശ്രമിക്കരുത്. ഭീകരവാദി ഉണ്ടായ ഒരു രാജ്യത്തുണ്ടായ ആ രാജ്യം തകർന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു തീവ്രവാദി ഇവിടെ ഉണ്ടാകരുത്. വിളക്കണച്ച് പ്രസംഗിക്കേണ്ട ഒരു പ്രസംഗം അംഗീകരിക്കരുത്. ഒട്ടിക്കേണ്ട നോട്ടീസ് അംഗീകരിക്കരുത്. പകൽ ഒട്ടിച്ച് തീർന്നിട്ടില്ലെങ്കിൽ രാത്രി ഒട്ടിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ രാത്രി മാത്രം ഒട്ടിക്കുന്ന ചില നോട്ടീസ് ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കൂല. പകൽ പറഞ്ഞിട്ട് തീർന്നിട്ടില്ലെങ്കിൽ രാത്രിയും പറയാം, അതിന് വിരോധമില്ല. പക്ഷെ പകലിന്റെ തുടർച്ചയിരിക്കണം. രാത്രി മാത്രം ഒട്ടിക്കുന്ന നോട്ടീസുകൾ ഭീകരവാദത്തിന്റെ പേരിൽ ഇരുമ്പഴികളിൽ അകപ്പെട്ടവരെ അവരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്, പക്ഷെ ചെയ്തത് തോന്നിയാസാണ്. അതാരാണെങ്കിലും മഅദനി അടക്കം ചെയ്തത് തോന്നിയാസമാണ്, ചെയ്തത് ശരിയല്ല. പക്ഷേ വിചാരണയില്ലാതെ ഒരു ഹിന്ദുവിനെ പോലും തടങ്കലിൽ വെക്കാൻ മുസ്ലിമീങ്ങൾ ആ പക്ഷത്തുണ്ടാവുകയില്ല. വിചാരണയില്ലാതെ ഇസ്ലാമിക സൊസൈറ്റിക്കെയും ഇസ്ലാമിക ലോ ആൻഡ് പ്രിൻസിപ്പൽ ശരീഅത്തിനെയും എതിരെ ഏറ്റവും കൂടുതൽ കൊഞ്ഞനം കുത്തുന്ന ചില തീപ്പൊരി പ്രഭാഷകരുണ്ടല്ലോ. ഏതൊരു തൊഗാടിയെയും ഒരു തടങ്കലിൽ വിചാരണയില്ലാതെ വെച്ചാൽ ഈ മുസ്ലിം സംഘടനകൾ നിങ്ങളെ കൂടെ ഉണ്ടാകും, ആ തൊഗാടിയുടെ പക്ഷത്തുണ്ടാകും. എന്തിന്? വിചാരണയില്ലാതെ തടങ്കലിൽ വെക്കാൻ പാടില്ലാത്തതാണ്. അത് കാട്ടുന്നീ, അത് ഇന്ത്യക്ക് യോജിക്കൂല. എന്നാൽ ചെയ്തത് ശരിയല്ല. ഞങ്ങൾ മഅദനിയുടെ ആളുകളുമല്ല. എന്നാൽ വിചാരണയില്ലാതെ ഒരാളെ തടങ്കിൽ വെക്കുന്നത് അനീതിയാണ്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ രാജ്യത്ത് സമാധാനം കാക്ഷിക്കുന്നവരാണ്. ഏത് സൊസൈറ്റിയിലും
ഹിന്ദു മതത്തിൽ ഗോഡ്സെ ഉണ്ടായതുപോലെ പല മതത്തിലും പലതും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നന്മയുടെ പൂങ്കാവനമായി മുന്നോട്ട് പോകണം, നന്മയെ സ്ഥാപനവൽക്കരിക്കണം, എല്ലാവരും ഒറ്റക്കെട്ട നിലകൊള്ളണം. സമൂഹം ഇന്നലെ വരെ വന്നതുപോലെ നാളെയും മുന്നോട്ട് പോകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ പ്രശ്നങ്ങളെ പറ്റി ഒന്നും വിചാരിക്കണ്ട. മുഅ്മിനായ മനുഷ്യനെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞു അവസാനിപ്പിക്കുന്നു. മുഅ്മിനായ മനുഷ്യൻ കൽ ഖാമത്തി മിനൽ സർഇ, മരുഭൂമിയിലെ ഖാമ എന്ന ചെടിയെ പോലെയാണ്. എന്താ ഖാമ എന്ന ചെടിയെ പറ്റി ഉപമിക്കാൻ കാരണം? ഒരു മിനിറ്റ്, ഒരു വാക്ക്. ഖാമ എന്ന ചെടിയെ പറ്റി പറയാൻ കാരണം അതിന് ഉൾക്കരുത്തുണ്ടാവും, പക്ഷേ തണ്ട് കൂടൂല, തണ്ടിന് വണ്ണം കൂടൂല, ഉൾക്കരുത്തുണ്ടാവും. കാറ്റടിച്ചാൽ, കിഴക്കുന്ന് കാറ്റടിച്ചാൽ പടിഞ്ഞോട്ട് ഇങ്ങനെ ചായും. ഒലാ തങ്കസിറു, പൊട്ടൂല. ഫൈദാദഹമത്തിരിഹു, കാറ്റ് പോയാൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെ കിഴക്കുന്ന് പടിഞ്ഞാട്ടുന്ന് കാറ്റ് ഇങ്ങോട്ടടിക്കും, അപ്പോൾ കിഴക്കോട്ട് ഇങ്ങനെ ചായും. വണ്ണം കൂടുതലില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചായും, പക്ഷെ ഉൾക്കരുത്തുണ്ട്. ഒലാ തങ്കസിറു, പൊട്ടൂല. ഫൈദാദഹമത്തിരിഹു, കാറ്റ് പോയാൽ ഫതഖും, പിന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ വടക്കുന്ന് കാറ്റടിക്കും, അപ്പോൾ ഇങ്ങനെ ചായും. ഒലാ തങ്കസിറു, പൊട്ടൂല. ഫൈദാദഹമത്തിരിഹു, കാറ്റ് പോയാൽ ഫതഖും, പിന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് തെക്കുന്ന് കാറ്റടിക്കുക, അപ്പോൾ വടക്കോട്ട് ഇങ്ങനെ ചായും. ഒലാ തങ്കസിറു, പൊട്ടൂല. ഫൈദാദഹമത്തിരിഹു, കാറ്റ് പോയാൽ ഫതഖും, ഇങ്ങനെ നിൽക്കും. മുഅ്മിനായ മനുഷ്യന് എപ്പോഴും പറ കാറ്റും കോളും, പറ കാറ്റും കോളും ഉണ്ടാകും. കാറ്റും പാടില്ല, കോളും പാടില്ല. നമ്മൾ അങ്ങനെ ബിരിയാണിയും തിന്ന്, മന്തിയും തിന്ന്, കുഴി പോകുന്നവരെ കുഴിമന്തിയും തിന്ന് അങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യം. എപ്പോഴും ഉണ്ടാവും. ജനാധിപത്യപരമായ സമരങ്ങളിൽ പങ്കാളികളാകാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യം ജനാധിപത്യപരമായി രാജ്യത്തെ സർക്കാരിനും പോലീസിനും വഴിപ്പെട്ടുകൊണ്ട് മാത്രം സമരമുറകൾ നേതാക്കൾ പറയുന്നത് പോലെ ആവിഷ്കരിക്കുക, ഒത്തൊരുമിച്ച് മുന്നോട്ട് നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും, ഒരു പേടിയും വേണ്ട. ഉണ്ടായ പ്രതിസന്ധികളെല്ലാം പരിഹരിച്ചു പോയിട്ടുണ്ട്, ഇതും പരിഹരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി എന്നെ വിളിച്ചതിലും ഇതുവരെ ക്ഷമിച്ചിരുന്നതിലും എനിക്കുള്ള നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഈ സാഹചര്യത്തിൽ അറിയിച്ചുകൊണ്ട് الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءنا اعداءك اعداء الدين. അള്ളാഹു ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും വളരെ യോജിച്ചും ഐക്യപ്പെട്ടും ജീവിക്കുന്ന ഈ പ്രവശാലമായ ഭാരതം അന്ത്യനാൾ വരെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമേ റബ്ബേ.